മൗലവിന്റെ തിരിമറി കേൾക്കണോ നിങ്ങൾക്ക്? ഹദീസിലുണ്ട്, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മുഅ്മിനീങ്ങൾ നബിയെ ഇസ്രായേലനാ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയേ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്ന ബുഖാരിയിലുള്ളത്? അനലഹാ അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. കാരണം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസിന്റെ ഉതീതു ശഫാഅ, ആ ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് ബുഖാരിയിലുണ്ട്. അതിനെ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിന് മൗലവി വേണ്ടിയിട്ടില്ല. അപ്പൊ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. അതിന് മൗലവി വെച്ച അർത്ഥം എന്താ അറിയും നിങ്ങൾ? മൗലവിനെ വെച്ച അർത്ഥം, ഞാൻ അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖാന്നൊന്നുമല്ല അന്നേരം നബി പറയുന്നത്. നബി എന്താ പറയുന്നത്? ഞാൻ ശ്രമിച്ചു നോക്കാൻ. അനലഹാന്റെ അർത്ഥം ശ്രമിച്ചു നോക്കാൻ. മൗലവിന്റെ ആ കബളിപ്പിക്കൽ എന്ന് വെച്ചാൽ അവന് അത് ചാർജേല റൂം എന്ന് പറഞ്ഞതാ അല്ലേ? ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ഞങ്ങളെ കാര്യം ശരിയാക്കി തരാമെന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. അനലഹാന്റെ അർത്ഥ. അപ്പൊ ഹുസൈൻ സലഫീൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഭാര്യയുണ്ടപ്പുറം. അപ്പോ ആ ഭർത്താവ് ആരതാന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ ലഹ, ലഹ എന്ന ആ ഭാര്യക്കുള്ളതാണ്, ആ ഭാര്യക്കുള്ള ഭർത്താവാണ്, ആ ഭാര്യക്കുള്ളതാണ്. ഇയാളെങ്ങനെ അർത്ഥം വെക്കുക? ഞാൻ ശ്രമിക്കാം. ലഹാന്റെ അർത്ഥാപ്പ വെച്ചത് ശ്രമിക്കാം. എവിടെയാ മൗലവി അങ്ങനെ അർത്ഥോ? ഇയാൾ ഇവിടുന്ന് എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കല്? മുത്തമാണിക്കക്കല്ല്. ഷാർജയിൽ എന്താ വിളിക്കുന്നത്? അദ്ദേഹം, അദ്ദേഹം. അല്ലേ? ഞാൻ അങ്ങനെ പറയാൻ കാരണം, നാലാമത്തെ മൂപ്പർ അദ്ദേഹം ഒന്നും വിളിക്കൂല. അദ്ദേഹം ഒന്ന് ചിലരൊക്കെ വിളിക്കലുണ്ട്. പക്ഷെ ഇയാളെ കാപട്യം മനസ്സിലാക്കി തരാൻ ഞാൻ പറയുന്നു. ഇയാൾ ഇവിടുന്ന് മുത്തുമാണിക്കക്കല്ല്, മുത്തുമാണിക്കക്കല്ല് എന്നാ പറയാ. എന്നാ ഷാർജ എന്ന് പറയുന്നു, ഞാൻ അഷ്റഫുൽ ഖൽഖാന്നൊന്നുമല്ല നബി പറയുന്നത്. ഞാൻ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു ശ്രമിക്കാം, അള്ളാന്റെ അടുത്ത് ശ്രമിക്കാം. ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ഞങ്ങളെ കാര്യം ശരിയാക്കി തരാമെന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. ഇനി ഇയാൾ അദ്ദേഹം എന്ന് വിളിച്ചതിലല്ല എന്റെ പ്രശ്നം. ഇയാള് നാലാമത്ത് വരുമ്പോ മുത്തു കാണിക്കല്ലോ. ഷാർജനാവും അദ്ദേഹം ആയതാ എന്റെ പ്രശ്നം. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം, അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം. മൗലവീനെ ഞാൻ ഇവിടുന്ന് ഏത്ത ഇടിയിച്ചിട്ട് ഇവിടുന്നെങ്കിലും നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഷാർജന്റെ അർത്ഥം എന്താ അറിയോ? ഹല്ലത്തിലഹു ശഫാഅത്തി, ശഫാഅത്തിന് സാധ്യതയുണ്ട്. യഹ്തമിലൂന്ന അർത്ഥം. എന്തിന്റെ? ഹല്ലത്തിന്റെ അർത്ഥം വെക്ക്. അന്തനാളിന്റെ ശുപാർശ അവന് കരസ്ഥമാകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഏത് ഡിക്ഷണറിയിലാ മൗലവിയ അർത്ഥോ? ഇത് എവിടുത്തെ അർത്ഥാണ്? ഷാർജ ഇസ്ലാഹി സെന്ററിലെ അർത്ഥം. അതേ മൗലവി ഞാൻ വെച്ച് മുട്ടിയപ്പോ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഹല്ലത്തിലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കരസ്ഥമാകുന്നതാണ്. അതേ മൗലവിന്റെ അർത്ഥം, അതാവരുത്തെ അർത്ഥം. മറ്റൊരു ഷാർജയിലെ അർത്ഥാണ്. ഒന്ന് ചോട്ടാ പോലെ അതാവരുത്തെ അർത്ഥം. ഹല്ലത്തുലഹു ശഫാഅത്തി, എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ്. ഹല്ലത്തുലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് കരസ്ഥമാകുന്നതാണ്. ഷാർജയിലെ അർത്ഥം സുന്നി ഉലമാർ കേൾക്കാത്ത സ്ഥലത്തുള്ള അർത്ഥം കരസ്ഥമാകാൻ സാധ്യതയുണ്ട്. ഹല്ലത്തുലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്തനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകാൻ സാധ്യതയുണ്ട്. ഹല്ലത്തുലഹു ശഫാഅത്തി, എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ്. ആശയം മാറി. അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഒക്കെ സമ്മതിക്കണ് ഞാനേ, ഒക്കെ സമ്മതിക്കണ് ഞാനേ. സമ്മതിച്ച് ഏത്തമിട്ടില്ലേ, സമ്മതിച്ച് ഏത്തമിട്ടില്ലേ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല, ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. പെരുങ്കള വഞ്ചകൻ, പെരുങ്കള വഞ്ചകൻ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഈ പെരുങ്കള വഞ്ചകൻ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം, അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം. മുനാഫിഖല്ലേ ഇയാള്, മുനാഫിഖല്ലേ ഇയാള്.
ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനി എന്നല്ലേ ഈ മൗലവിമാര്? നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്ക്. ആ ഷാർജ എന്ന് പ്രസംഗിച്ച് ആളുകളെ CD ഇറക്കി പൈസ ഉണ്ടാക്കിയിട്ട്, മുഴുവൻ ആയത്തും ഹദീസും അർത്ഥം മാറ്റിയിട്ട് CD ഇറക്കി പൈസ ഉണ്ടാക്കിയിട്ട് നാദാവർക്ക് വന്ന് കുടുങ്ങിയതല്ലേ ഈ മൗലവി? അവിടത്തെ പോലെയാണെന്നാ വിചാരിച്ചത്? ഓരോന്നും പിടിച്ചിട്ടല്ലാതെ ഒഴിവാക്കുന്ന പരിപാടിയില്ല. ഇനി ഇവരെ കബളിപ്പിക്കൽ എന്ത്? ഇസ്ലാം ദീനം നശിപ്പിക്കാനായി കാറ്റുകെട്ട് ഇറങ്ങിയതല്ലേ ഈ മൗലവിമാര്? ഇനി ഞങ്ങൾക്കൊന്ന് വെക്കണോ? നമ്മളെ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ, സക്കരിയ സലാഹി, ISM കേരള മുജാഹിദ് സെന്റർ കോഴിക്കോട് ഇറക്കിയ ബുക്കിൽ എന്താ പറയുന്നത്? റമദാൻ മാസത്തിൽ നോമ്പിന് സുബഹി ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു വരുത്. എങ്ങനെ? നോമ്പിന് സുബഹി ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു വരും. ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം. ബുഖാരിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിൽ എന്താ ഉള്ളതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് 50 ആയത്തോന്ന സമയം ഉണ്ടാവുന്ന. അപ്പൊ മൂപ്പർക്ക് തോന്നി ഇങ്ങനെയാകും ആളുകളെ നോമ്പെല്ലാം സഹിയായി പോകൂലേ, ബാത്തിലായി കിട്ടണ്ടേ? അപ്പൊ മൂപ്പര് പറയണം അത് നബിന്റെ സാധാരണ പതിവാണ്, അതിനെ പറ്റി പറയും. എന്നാൽ അങ്ങനെ നബി പ്രത്യേകം പറഞ്ഞൊരു സംഗതികൾ ഓർമ്മിക്കേണ്ടിയുണ്ട്. ഞാൻ കേട്ടോളി. പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാര് മറക്കാതിരിക്കുക. നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട സംഗതി, സുബഹിക്ക് ബാങ്കും കൊടുത്ത് ഇഖാമത്ത് തൊട്ടതിന്റെ ശേഷം വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കാണ്ട് ചെയ്യണേ. അതെ, സക്കരിയ സലാഹിന്റെ ബുക്കാണ്. എന്നാ സഹോദരന്മാരെ, അങ്ങനെ മുമ്പ് വിവരിച്ചു എന്നതിന് മുമ്പ് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏതോ ഒരു സമയത്ത് ഏതോ ഒരു നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തപ്പോ ഇഖാമത്തും കൊടുത്തപ്പോ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാമോ എന്നൊരു സംശയം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തന്നെ വെച്ചു, നബിയെ ചിലപ്പം വെള്ളം കുടിക്കാൻ പറ്റുമോ? നോമ്പിന് അവിടെ ഇല്ലേ, സുബഹിക്ക് എന്നില്ലേ? പിന്നെ വായിച്ചേരാം. ഉഖീമത്തിസ് സ്വലാത്തു, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. വല്ലിനാഉ ഫീ യദി ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ പാത്രമുണ്ട്. ഖാല, നബി സല്ലല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, അശ്റബുഹാ യാ റസൂലല്ലാഹ്, ഞാനത് കുടിക്കട്ടെ റസൂലേ? ഖാല നഅം, അതേ കുടിച്ചോ. ഫശരിബഹാ, കുടിച്ചു. ഇത് നോമ്പിന് നിന്നുണ്ടോ? ഇല്ല. സുബഹിക്ക് നിന്നുണ്ടോ? ഇല്ല. സാധാരണ നിനക്കൊരു നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്ത് ഇഖാമത്തും കൊടുത്ത് എന്റെ ശേഷം വെള്ളം കുടിച്ചു. ഇതാ തെളിവ് എന്തിന്? നോമ്പിന്റെ സുബഹിക്ക് ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാം എന്നുള്ളതിന് തെളിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വേറെ ആരാണ്? ഇനി സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കണോ? പലിശ. ഇയാൾ ഇവിടുന്ന് ഞങ്ങൾ പലിശ വാങ്ങുന്നു നാം പേരോട് പറയുന്നത്, അത് ഹീലത്തുരിബിയാണ്. നാം പേര് പറഞ്ഞു ഹീലത്തുരിബിയാ മൗലവി. ഹീലത്തുരിബ എന്ന് എന്റെ അർത്ഥം അതെന്റെ ബുക്കൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. എന്താ ഹീലത്തുരിബാൻ? എന്നിട്ട് എന്നോട് പറയാം അതുങ്ങളൊന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം. അത് വേണ്ട, എന്റെ ബുക്കെടുത്ത് വായിച്ചാൽ മതി. ഹീലത്തുരിബ എന്ന് പറഞ്ഞാൽ പലിശ വരാതിരിക്കാനുള്ള മാർഗം എന്നാ. പലിശ വാങ്ങാനുള്ള യുക്തിയല്ല, പലിശ വരാതിരിക്കാനുള്ള മാർഗമാണ്. അതിരിക്കട്ടെ. നിങ്ങളൊന്ന് കേൾക്കൂ മൗലവി എന്നെ സംബന്ധിച്ച് പച്ച കള്ളം പറയുന്നത്. ഇതാ ഇത്ര ഗൗരവമുള്ള പലിശയെ അതാ ജനങ്ങൾക്ക് ഹലാലാക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചും കട്ടുപ്പാറയിൽ വെച്ചും ഈ പേരോട് മുസ്ലിയാർ നുണ തട്ടി വിട്ടിട്ടുണ്ട്. മാന്യമായി പറയട്ടെ, ചോദിക്കട്ടെ, എവിടെയാണ് മുജാഹിദുകൾ ഈ ഭയങ്കരമായ ഈ പലിശ അനുവദനീയമാക്കിക്കൊണ്ട് ബുക്കിറക്കിയത്? ആ ബുക്കൊന്ന് കാണിക്കുമോ നിങ്ങൾ? ആ ബുക്കിലെ പലിശ അനുവദിച്ചുകൊണ്ടുള്ള, പലിശയെ ഹലാലാക്കിക്കൊണ്ടുള്ള വരികളൊന്ന് വായിക്കുമോ? അത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ അവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ എന്ന പുസ്തകം അതൊന്ന് വെച്ചു കൊടുത്താൽ മതി. ഈ ഐക്യസംഘത്തെ സംബന്ധിച്ച് ഈ മൊയ്തു മൗലവി അയാള് പറഞ്ഞു, അയാള് ഈ മൊയ്തു മൗലവി ഇവരെ നേതാവാണ് എന്ന് എവിടെയുള്ളത്? അതൊന്ന് ആദ്യം കേൾപ്പിക്കട്ടെ. വേറൊരു മുജാഹിദ് സംസാരിക്കുന്നത് കേട്ടോളി.
KMT സാഹിബിനെ പോലെയുള്ള ഈ മൊയ്തു മൗലവി സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാരായ പരിഷ്കർത്താക്കളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നായകന്മാർ. ആദ്യകാല നായന്മാരെ കൂടുതൽ മൂന്നാളിയാ പറഞ്ഞു. ഒന്ന് ഈ മൊയ്തു മൗലവിയാണ്. ഈ മൊയ്തു മൗലവി ഈ ഐക്യസംഘം ഉണ്ടാക്കിയിട്ട് KM മൗലവി എന്താ ചെയ്തത് എന്ന് പറയാൻ പോവാണ്. എന്താ ചെയ്യുന്നറിയോ? പലിശ വാങ്ങാൻ വേണ്ടി ഏർപ്പാടുണ്ടാക്കി. എന്നിട്ട് ആ പലിശ ഹലാലാക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതി. ഇത് ഞാനല്ല പറയുന്നത്, നിങ്ങളെ നായകന്മാരായ ഈ മൊയ്തു മൗലവി അദ്ദേഹത്തിന്റെ എന്റെ കൂട്ടുകാരൻ എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ ചട്ടയാണ് കാണുന്നത്. ഇനി അതിന്റെ ഉള്ളിലുള്ള വരട്ടെ, ഞാൻ വായിച്ചു തരാം. എന്താ ഈ മൊയ്തു മൗലവി പറയുന്നത് കേട്ടോളി. അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തത്. ആരംഭത്തിൽ അതിന്റെ ഉദ്ദേശവും പരിധിയും വളരെ പരിമിതമായിരുന്നുവെങ്കിലും താമസം വിന അതൊരു അഖില കേരള മുസ്ലിം സംഘടനയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായ യാതൊരു പരിപാടിയും അതിലുണ്ടായിരുന്നില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കപ്പെട്ടു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തീരെ നിഷ്കാസനം ചെയ്യാനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുമാണെന്ന പാവനമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് വെളിക്ക് വന്നിട്ടുള്ള പ്രസ്തുത സംഘടന കാലാന്തരത്തിൽ നിരവധി വഴക്കിനും വയ്യാവേലിക്കും ഹേതുവായി പരിണമിച്ചു. ഐക്യസംഘം ഉണ്ടാക്കി എന്തിനാ? വഴക്ക് തീർക്കാൻ. എന്താ ഉണ്ടായത്? നിരവധി വഴക്കിനും വയ്യാവേലിക്കും ഹേതുവായി പരിണമിച്ചു. ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘക്കാർ എത്തിച്ചേർന്നത്. ഇനിയും പറയുന്നത് കേട്ടോളൂ. ബാങ്ക് സ്ഥാപിച്ച് പലിശ ഏർപ്പാട് നടത്തുന്നത് മതദൃഷ്ട്യ അനുവദനീയമാണോ എന്ന് കണ്ടുപിടിക്കാൻ ജനാബ് KM മൗലവി തിരൂരങ്ങാടി മുതലായ ചില പണ്ഡിതന്മാരെ ഭരമേൽപ്പിച്ചു. അവര് റിസാലത്തും ഫിൽ ബങ്ക് എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധപ്പെടുത്തി. ആ ചെറുഗ്രന്ഥവും അതിനെ അനുകൂലിച്ചു സീതി സാഹിബിന്റെ പത്രാധിപത്യത്തിൽ നടന്ന ഐക്യം പത്രത്തിൽ എഴുതിയ മുഖലേഖനങ്ങളും ബാങ്ക് സ്ഥാപന വേളയിലും മറ്റും ചെയ്ത പ്രസംഗങ്ങളും വലിയ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ഉണ്ടാക്കി തീർത്തു. ഇതാപ്പ ഐക്യസംഘം ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഐക്യസംഘത്തിന്റെ നായകൻ പറയാണ്. ഇയാള് പറയുന്നത് ഞങ്ങൾ മുജാഹിദുകൾ പലിശ വാങ്ങുന്നു ഇവരെല്ലാ സ്ഥലത്തും പറയാണ്. ഞങ്ങളാ പറയുന്നത് നിങ്ങളെ നേതാവി നിങ്ങൾ പലിശ ഹലാലാക്കിയിട്ടില്ല പുസ്തകം എഴുതിയെന്ന് വെച്ചോട്ടാണ്. ഇവരാ എല്ലാ സ്ഥലത്തും പറയുന്നത്, നമ്മളും എല്ലാവരോടും പറയുന്നത്. ഇവരാണ് എല്ലായിടത്തും പറയുന്നത് പലിശ ഹലാലാക്കാൻ വേണ്ടി ബുക്കിറക്കിയവരാണെന്ന്. ഇവരാ പറയുന്നത് ഇവരാ നിങ്ങളെ നായകനാ ഈ മൊയ്തു മൗലവി. ഇനി ഞാൻ സഹോദരന്മാരെ അതിന്റെ പുറമെ നിങ്ങൾക്ക് കാണിക്കുന്നു. നിങ്ങൾ നോക്ക്, മുജാഹിദിന്റെ KN പ്രസിദ്ധീകരിച്ച ബുക്ക്. നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ? കണ്ട ഇതിലതാ സക്കാത്തിന്റെ കണക്ക്. സക്കാത്തിന്റെ കണക്കെന്താ നോക്കിക്കോളി. മുൻ വർഷത്തെ ബാക്കി 41,904 കഴിഞ്ഞ കൊല്ലം മുതലാളിമാരും മൗലവിമാർക്ക് സക്കാത്ത് കൊടുത്തിട്ട് കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കുന്നു. സാധുക്കൾ തീർന്നു. ഏതാ? പലിശ വാങ്ങാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടിട്ടതാണ്. അതാ ഇനി വായിക്കുന്നത് കേട്ടോളി. ബാങ്ക് പലിശ 939. ഇത് പ്രസിദ്ധീകരിക്കാൻ ഇവരെ കണക്കേ ബാങ്കിൽ നിന്ന് പലിശയും വാങ്ങിയിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മുതലാളിമാര് സക്കാത്ത് കൊടുത്തിട്ട് ഇവരെങ്ങനെയാ ചെലവാക്കുന്നത്. ചെലവിന്റെ കണക്കൊന്ന് വായിച്ചോളി. ഒന്നാമത്തെ ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. സക്കാത്ത് ചെലവാക്കിയത് പ്രിന്റിംഗ് ചാർജിന്. ഏതോ ഒരു മൗലവിക്ക് നോട്ടീസ് അടിച്ചതാ പ്രിന്റിംഗ് ചാർജ്. ഖുർആനിലുണ്ടോ മൗലവി ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ പ്രിന്റിംഗ്? സക്കാത്ത് കൊടുക്കേണ്ട പ്രിന്റിങ്ങിനാന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഏത് ഖുർആനിലാ മൗലവി പ്രിന്റിങ്ങിന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളത്? നാദാവരത്ത് വന്ന് അങ്ങ് പോയാ പോരാ, ഓരോന്നും മറുപടി പറയണം. അപ്പൊ പലിശയും വാങ്ങുന്നുണ്ട്. എനിക്ക് കേൾക്കണോ? കേസ് കൊടുത്ത് പലിശ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ, ഒറ്റപ്പാലം കോടതിയിൽ എന്തിന് പലിശ എത്താന്? ആ കേസ് കൊടുത്തിട്ട് മുജാഹിദും തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നു മഞ്ചേരിയിൽ. ആ വാദപ്രതിവാദത്തിന് മറ്റേ മടവൂർ മുജാഹിദിന്റെ നേതാവ് കരിബിലാക്കര മൗലവി ചോദിക്കുന്നത് നിങ്ങളെ കണക്കല്ലേ, നിങ്ങൾ കോടതിയിൽ എഴുതി കൊടുത്ത പലിശേന്റെ കണക്കല്ലേ ഇത് എന്ന് മറ്റേ അയാൾ കണക്ക് പറയുന്നുണ്ട്. എന്താ വായിക്കുന്നത്. അപ്പൊ മറ്റേ മൗലവിന്റെ മറുപടി എന്താ അറിയോ? നിങ്ങളതിന് കാര്യം ചെയ്തോളി, പലിശയാണ് അയാൾ വിട്ടു എന്നൊക്കെ മുതലും കണ്ടേക്ക്. പലിശയ്ക്ക് അയാൾ കേസ് കൊടുത്തിട്ടില്ല എന്നല്ല, പലിശ വിട്ടു എന്നൊക്കെ മുതലും കണ്ടേനാ മറ്റവന്റെ മറുപടി. രണ്ടും ഒന്ന് കേട്ടോളി. എന്നിട്ട് ഇപ്പൊ എന്നോട് വെക്കുന്നത് പേരോട് കളുകറിയാണ്. ഇവര് തമ്മിൽ വാദപ്രകാരം നടത്തുകയാണ്. ഇവര് പലിശക്ക് കേസും കൊടുത്തിട്ട് വെച്ചുകൊടുത്തവനെ കരിമ്പിലാക്കലിന്റെ കണക്കൊന്ന് വെച്ചുകൊടുത്തേ. നിങ്ങൾ എതിർകക്ഷിയാൽ ഹർജിക്കാരൻ വരെയുള്ള താഴെ ചേർന്ന പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും
2003 കൂടി 23 മാസമാണ്. മാസത്തിൽ 1000 ഗ പ്രകാരം 23,000 ഗ. അതിന് മാസക്രമം പ്രകാരം ആദ്യ ശതമാനം പ്രകാരം 1/1/2002 മുതൽ 1/11/2003 കൂടി പലിശ ഗ 1265. ആകെ ഗ 24,265. നിങ്ങള് ദുനിയാവിന്റെ കോടതി മാത്രം പറഞ്ഞ പോലെ വല്ല കോടതി പറയണം. പോരാത്തത് കേരളം അരുമനാഥന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കറ്റ് ഡയറിയിലുള്ള പലിശനെ കണക്കിലിരിക്കുന്ന ആർക്കൊണ്ടിയാണോ? പിന്നെ കേൾക്കണോ മറ്റേ മൗലവി പറയുന്നത്, കൂട്ടരെ ഞങ്ങൾ പലിശക്ക് കേസ് കൊടുത്താലും ശരി തന്നെയാണ്, ഞങ്ങൾ നമ്മളെ മുതലും തന്നെ അത് വെച്ചു കൊടുത്താട്ടെ. ഷെരീഫ് മൗലവി പലിശ തന്നെ കൂടെ ഞങ്ങൾ മുതലിട്ട് ഒറ്റപ്പാട്ടിന് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ട് പലിശ വാങ്ങിച്ച് ഞങ്ങൾ ഉത്തരവാണ് ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ പലിശ ജീവിച്ചുകൊണ്ടിരിക്കണം. പലിശ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. എന്താ പറയുന്നത്? ഞാൻ നുണ പറയാണ്. ഇനി ഇന്നിച്ച് നമ്മളെ പേരിലൊരു ആരോടാ രസം എന്തറിയോ? നിങ്ങളാ പലിശന്റെ ആൾക്കാർ എന്താക്കൾ സിറാജിലുണ്ട് പലിശ കളവ് എന്ന് പറഞ്ഞ് പരസ്യമൊന്നും ഇയാൾ പറയാ. എന്താ ഉള്ളതറിയോ? സർക്കാരിന്റെ ഒരു പരസ്യമുണ്ട്, നിങ്ങൾ ഇപ്പൊ അടച്ചാൽ 70% പലിശ കുറച്ചിട്ടു. സർക്കാരിന്റെ പരസ്യമാണ്. നികുതി ഇപ്പം കൊടുത്താൽ പലിശ 70% കുറച്ചിട്ടു. പരസ്യം കൊടുത്താൽ എന്താ ഉണ്ടാവുക? പലിശ കൊടുക്കുന്ന 70% കുറഞ്ഞിട്ടു. പരസ്യം സിറാജ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി അതാ മൂപ്പര് വലിയ കാര്യമായിട്ട് സർക്കാരിന്റെ പരസ്യ മൂപ്പര് നിങ്ങളെ സിറാജിലുണ്ട് ആ മൂപ്പര് കാര്യമായിട്ട് പറയുന്നു. അത് മൂപ്പർക്ക് വിശദീകരിക്കാൻ നേരെയില്ല എന്നും പറയുന്നുണ്ട്. ഒന്ന് വെച്ചു കൊടുത്താലേ ചങ്ങാതിന്റെ ഒരു തട്ടിപ്പും. അതാ ഇവരുടെ സിറാജ് പത്രത്തിൽ അതാ പലിശയിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം വരെ ഇളവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ്. നികുതി കുടിശ്ശിക തീർത്തടച്ചാൽ പലിശയിൽ 70% വരെ ഇളവ്. സുദീർഘമായി അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. കേട്ടോ, നികുതി കുടിശ്ശിക തീർത്തടച്ചാൽ പലിശയിൽ 70% ഇളവ് സർക്കാരിന്റെ പരസ്യ. അപ്പൊ എന്താ ഉണ്ടാകുക? പലിശ കൊടുക്കൽ 70% കുറഞ്ഞിട്ടു. ഇതപ്പൊ അടച്ചില്ലെങ്കിലോ 100% പലിശ കൊടുക്കേണ്ടി വരൂ. ആ പലിശ കുറച്ചെങ്കിലും കുറച്ചിട്ടാൻ വേണ്ടിയിട്ട് സിറാജില് പരസ്യം കൊടുത്ത് മൂപ്പര് പലിശന്റെ അനുകൂലമായിട്ടാ മൂപ്പരെ വ്യാഖ്യാനിക്കുന്നത്. മൂപ്പരെ ദുർവ്യാഖ്യാനം നോക്കും. നിങ്ങൾ ഈ മനുഷ്യന് എവിടെയെങ്കിലും കയറ്റിയേക്കാൻ പറ്റൂല ഇയാളെ തല. ഇനി ഇയാളെന്തെല്ലാം പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഇയാൾ പിന്നെ പറയുന്നറിയോ? നമ്മുടെ കമാലിയ മെഡിക്കൽ കോളേജിന് അതിന് ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പേപ്പർ ദുരുപയോഗപ്പെടുത്തിയിട്ട് കളവ് നടത്തി തട്ടിപ്പ് നടത്തിയ ഒരു ചങ്ങാതി നമ്മുടെ ഈ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് പലിശ ഇടപാടിൽ കൈകാര്യം ചെയ്തൊരു സംഭവമുണ്ട്. അതാ പിന്നെ പറയുന്നു, ഒരു തട്ടിപ്പുകാരനോ തട്ടിപ്പ് നടത്തിയാൽ അതിന് സുന്നത്തി മാറ്റേണ്ട ആൾക്കാർ ആണോ അതിന് ഉത്തരവാദിയെ? ഞാൻ വിശദമായി അതിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ്. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് എന്താണ്? മൂപ്പര് പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിന്റെ റൂഹും കൊണ്ട് അസ്റായിൽ പോയി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ കൊട്ടയിലിട്ട് പോകുമ്പോ മുഹീദ്ദീൻ ശൈഖ് കൊടുത്തൊരു തട്ട്, അന്നത്തെ റൂഹ് മുഴുവനും പാറിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ഈ മൗലവി ഷാർജയിൽ നിന്ന് പ്രസംഗിച്ചു. എന്നിട്ട് മൗലവി പറഞ്ഞ് അന്ന്, അതായത് പറയാൻ പോകുന്നു, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആ സീഡി ഇങ്ങനെ തെറിയാൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നു. അങ്ങനെ മൗലവി പറഞ്ഞ് ഏത് മാലയിലായി ഇതുള്ളതെന്നറിയോ? ഏത് മാല? മുഹീദ്ദീൻ മാല ശരിയല്ലെങ്കിൽ അല്ലാഹു ഖുർആനും ശരിയല്ല എന്ന് പറഞ്ഞത് ആ മാല ഉസ്താദിനെ കൊണ്ടായി പറയുന്നത്. സഹോദരന്മാരെ കേട്ടോളൂ. അപ്പൊ എന്താ പറഞ്ഞേ? ശൈഖുന ഖുർആനിൽ തെറ്റുണ്ട്, മാലയെ തെറ്റുണ്ടെങ്കിലും എന്ന് പറഞ്ഞ മാല എന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ വാചകല്ലാട് പറഞ്ഞ വേറെ വിഷയം. ഷാർജയെന്ന് പ്രസംഗിച്ചതാ. ഞാനത് അബുദാബിന്ന് കേട്ട് ഒരാൾക്ക് കേൾപ്പിച്ചു, ഒരു കർണാടകക്കാരെ കേൾപ്പിച്ചു. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഇത് ഷാർജയുടെ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇപ്പൊ പിന്നാലെ കൊണ്ടാന്ന് വെച്ചു. ഞാൻ പാറക്കടവിൽ മുജാഹിദ് പരിപാടി വെച്ചു. അവിടുന്നും പറഞ്ഞു വരുതി തന്നെ ഇങ്ങനെ ഈ മുഹീദ്ദീൻ ശൈഖിന് റൂഹിന്റെ കൊട്ട തട്ടിയിട്ട് പോയി എന്നാണ് ഇവരെ മുഹീദ്ദീന്മാരുള്ളത്. ഇപ്പൊ പാറക്കടവ് ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പറയുന്ന മുഹീദ്ദീൻമാല ഖാദി മുഹമ്മദ് റഹിമഹുല്ലാന്റെ മുഹീദ്ദീൻമാലയിലല്ല, അതേതോ തമിഴൻ എഴുതിയതാണ് എന്ന് പറഞ്ഞു. തമിഴൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയവരുണ്ട്. അപ്പോ അതേതോ തമിഴൻ എഴുതിയാന്ന് പറഞ്ഞു. ഇവിടുന്ന് മൗലവി പറഞ്ഞു, തമിഴനൊന്നല്ല, പൊന്നാനികളെ ഇന്നാളെ എഴുതിയാടുന്നൊക്കെ കുറെ പറഞ്ഞു.
വാസ്തവത്തിൽ എന്നിട്ട് എന്താ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത്? എന്ത് ഇടപെടുന്ന അലവി മൗലവിയായിട്ട് വാദപ്രകാരം നടത്തി. വാദപ്രകാരത്തിലെ അലവി മൗലവി പറഞ്ഞു മുഹയ്യിദ്ദീൻ മാല പൂർണ്ണമായിട്ട് തെറ്റാണ് ഇത് ഞാൻ തെളിയിക്കുന്നത്. അപ്പോ ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നത്. അപ്പൊ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു മുഹയ്യിദ്ദീൻ മാലയെ തെറ്റില്ലാതെ ഖുർആൻ കൊണ്ട് ഞാനും തെളിയിക്കുന്നത്. അങ്ങനെ മൗലവി ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നറിയോ? ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം തീരാവുള്ളവർ. അങ്ങനെ ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെയൊക്കെ നീളമുള്ള ഒരു കൊടി, അങ്ങനെ ഒരു കൊടി ഉണ്ടെങ്കിൽ അതെവിടെ മുസ്ലിയാരേ എന്ന് ചോദിച്ചു. ഉടനെ വദി അബ്ദുൽ ഖാദിർ ഖുർആൻ എന്നൊരായത്തുണ്ട്, അള്ളാന്റെ കയറിനെ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം. ഹബിലു തന്നെ കയറ്, എല്ലാരും മുറുകെ പിടിക്കേണ്ട ഒരു കയറുണ്ട് എന്ന് ഖുർആൻ പറയും. അതെവിടെ മൗലവി എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു കയറ് കാണുന്നില്ല, എന്നാ മാലയിലുള്ള കൊടിയും കാണുന്നില്ല അല്ലേ? അപ്പൊ മാലയും തെറ്റ് ഖുർആനും തെറ്റാണോ മൗലവി എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു എന്നാ എന്താ ഉസ്താദേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു കൊടുത്തു, ഇത് ആ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അത് പറഞ്ഞത് അത് കാന്തപുര ഉസ്താദും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇതാണ് മുഹയ്യിദ്ദീൻ മാലയെ തെറ്റുണ്ടെങ്കിൽ ഖുർആനും തെറ്റുണ്ട് എന്ന് പറഞ്ഞു മൗലവിമാര് പറയുന്നത്. ഇതും പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് ഈ ഖാദി മുഹമ്മദ് റഹിമുള്ളാന്റെ മാലയല്ല. അതാ ഇനിയിപ്പോ മൗലവിനെ ഞാൻ ഇവിടുന്ന് ഏത്ത ഇടിച്ചിട്ട് വിടുന്നെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ ആ സീഡി കിട്ടാൻ കുറച്ച് കാലമായി കളിക്കുന്നു, അതിന്റെ കൈ കിട്ടി ശരിക്കൊന്ന് കേട്ടോ. ആദ്യം കേൾപ്പിക്കുന്നത് ശൈഖുന പറയുന്ന മാലയിലാണ് അതുള്ളത് എന്ന് അയാൾ പറയുന്നു. അതാദ്യം വെക്കുമോനെ. മാല ഏത് മാല? മുഹയ്യിദ്ദീൻ മാല ശരിയല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞില്ലേ ശൈഖുന? ആ മാല ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ. എവിടേക്കാണ് ഈ ജനങ്ങൾ പോകുന്നത്? എന്താ പറഞ്ഞത്? ശേഖന്റെ ഒരാൾ മരിച്ചപ്പോ പറഞ്ഞു എനിക്കിപ്പോ കിട്ടുന്നില്ല ആളെ എന്ന് പറഞ്ഞു. കുടുംബക്കാരൻ അതൊക്കെ നമ്മൾ വെച്ചു. വിദ്യശേഖിങ്ങനെ ഒഴി വെക്കുമ്പോ അസ്രായേൽ ഇങ്ങനെ കയറുക പിടിച്ചിട്ട്. അപ്പൊ പറയുന്നത് തമ്പിയിലെ ഒരു കൊട്ടാണ്. ഒരു കൊട്ടയിൽ മൂപ്പര് മനസ്സിലാക്കിയ എന്താ, നീ പിടിച്ചിട്ട് പണ്ട് കൊട്ടയിലിടും പോലെ ഒരു കൊട്ടയിലിട്ടായി ഓടുകൊണ്ടുപോകാനാണ്. ഏതായാലും കൊട്ടയിൽ വാങ്ങി പിടിച്ചിട്ട് അസ്രായേൽ മാനത്തൊക്കെ പറച്ചോന്റെ അടുത്ത് ഇങ്ങനെ പറക്കാണ്, നല്ല 120 സ്പീഡിൽ പറക്കുമ്പോഴാണ് ശേഖരിയിലാലും തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു എന്റെ ഹാദിമിന്റെ റൂഹനിൽ തരയണം, എന്റെ ഹാദിമിന്റെ റൂഹ. എന്നാൽ എന്റെ പാറക്കടവിലെ പ്രസംഗം കേട്ടോളൂ. അത് നമ്മളും ആദ്യം തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ പാടുന്ന മാല ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് ഉണ്ടാക്കിയ മാല, അതിൽ അങ്ങനെയൊരു ശബ്ദവും ഇല്ല അവിടെ പറഞ്ഞു. എന്നാൽ മൗലവി ഇതേ മാല മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു. മൂപ്പരെന്നെ പറഞ്ഞു കേൾക്ക, മാല എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ തരൂല, സാധനം ഞാൻ തരൂല. നിങ്ങൾക്കുള്ള മാല ഒന്ന് കാണിച്ചിരോ എന്ന് വെക്കുമ്പോഴേ അതിന് മൗലവിന്റെ മറുപടി സാധനം ഞാൻ തരൂല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കോനെ. സാധനം തരൂല, കാണിച്ചു നിങ്ങൾ തരും. സാധനം കയ്യിൽ തരൂല, സാധനം തരൂല, കാണിച്ചു നിങ്ങൾ തരും. സാധനം കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും. എന്നാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു അറിയോ? കുറച്ച് ആൺകുട്ടികൾ പറഞ്ഞ് അത് പറ്റൂല, ഞങ്ങൾക്ക് കാണണോ. അപ്പൊ പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾ കേട്ടോളി. അയാളെ പറട്ടെ. ഇതൊരു സ്ഥലത്തിന്റെ നാട്ടിൽ നമ്മൾ പ്രസംഗിച്ചപ്പോൾ ഇളകിയ ജനങ്ങൾ എന്താ പറഞ്ഞത് മുഹയ്യിദ്ദീൻ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് വന്ന് സ്റ്റേജൊക്കെ പറഞ്ഞ് മൈക്ക് അവർ കൊണ്ടുപോയി, ആംപ്ലിഫയർ വേറെടുത്തും കൊണ്ടുപോയി, സ്റ്റാൻഡ് വേറെടുത്തും കൊണ്ടുപോയി. ഞാൻ റേഷൻ കടയുടെ ഉള്ളിൽ പോയി. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയോ മൂപ്പര് റേഷൻ കടയുടെ ഉള്ളിലും പോയി. എനിക്ക് കേട്ടോളി, ഇയാള് പറയുന്നത് ഈ മാലയിലുള്ള ആശയം ശരിയാണ് എന്നാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത്. അത് കേട്ടോളി. ഞങ്ങൾ അംഗീകരിക്കുന്ന മാലാണ് എവിടെയുണ്ട്? നിങ്ങൾ അംഗീകരിക്കുന്ന മാലാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? ഈ മാലയുടെ ആശയം ശരിയാണ് എന്ന് നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്ത് കൊടുത്തിട്ടില്ലേ? അങ്ങനെ ഒരു ഉസ്താദിന്റെ പുസ്തകങ്ങളിൽ മൗലവി കാണിക്കുന്നതാണ്. എന്റെ വലത്തെ കയ്യും മുന്നിൽ ഞാൻ പറഞ്ഞു ഇപ്പം ഇനി ഒന്നും പറയുന്നത് നിങ്ങളുടെ മാലയുണ്ട്, നിങ്ങളുടെ മാലയിലും ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻകുട്ടി. മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ പെടാത്ത ഇയാൾ കേൾക്കാനാ പറയുന്നത്.
ഇയാൾ പറഞ്ഞേ നിങ്ങളെ മാലയിലോ ഇല്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, ഇതാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞുമൈദീൻ കുട്ടി. മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ പെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞേ നിങ്ങളെ മാലയിലോ ഇല്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, ഇതാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ആളാവർത്തിന്റെ കളിപ്പിക്കൽ. കണ്ടോ, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്. സമ്മതിപ്പിച്ചില്ലേ? ഇതിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇത് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. ഒക്കെ സമ്മതിക്കണ് ഞാനേ, ഒക്കെ സമ്മതിക്കണ് ഞാനേ, ഞാൻ സമ്മതിച്ച് ഏത്തമിട്ടില്ലേ. ഇനി അടുത്തത് കേൾക്കണം നിങ്ങൾക്ക്. ഇയാൾ പറയുന്നത് അംഗീകരിച്ച പുസ്തകങ്ങളാണ് എന്നിട്ട് വായിക്കുന്നത് നമ്മളെ മാനസിക രോഗിന്റെ ഒരു ബുക്ക്, നമ്മളെ KVM ബന്ധാവൂരിന്റെ. എന്നാൽ അതിലുള്ള എന്താ, ഇത് അംഗീകരിക്കാൻ പറ്റൂല. ആ KVM ബന്ധാവൂര് മാനസിക രോഗിയോ എഴുതിയത് എന്താണ്? അംഗീകരിക്കാൻ പറ്റൂല. അതാ മൂപ്പര് തെളിവിന് ഉദ്ധരിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതാണ് എന്നുള്ളതിന്. കേട്ടോളി, ഒന്ന് ആദ്യം കേൾപ്പിക്കുന്നത് അംഗീകരിക്കുന്ന പുസ്തകങ്ങളാണ് എന്ന് പറയുന്നത്. അംഗീകരിച്ച പുസ്തകങ്ങളാണ്, അംഗീകരിച്ച പുസ്തകങ്ങളാണിത്. ഇനി പുസ്തകം എന്ന് പറയട്ടെ, മൂപ്പര് വായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചെറുത് ഇതിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. അംഗീകരിച്ച വാചകം കേട്ടില്ലേ നിങ്ങൾ? ഇത് അംഗീകരിക്കാൻ വയ്യ, ഇതാ അംഗീകരിച്ച വാചകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, KVM ബന്ധാവൂരിന് മാത്രമാണോ? ഇനി നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറഞ്ഞത്? ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരുടെയോ സൃഷ്ടി. അത് മൂപ്പര് തലക്കൊരു പശു ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാ വായിക്കുന്നത്. ഇങ്ങനെ പശു ഒരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, എന്റെ തലക്കൊരു പശു ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാ വായിക്കുന്നത്. കേട്ടോളി, ഇന്നത്തെ മൊഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ മൊഹീദ്ദീൻ മാലയില്ല, ഇതാരുടെയോ സൃഷ്ടിയാണ്. അതാരുടെയോ സൃഷ്ടിയാണ്, അത് വായിച്ചൊക്കെ പോവാണ്. ഇതാരുടെയോ സൃഷ്ടിയാണ് എന്നാ ഉസ്താദ് പറഞ്ഞത്. അതിന് മൂപ്പര് പറയാ ആരോ ഒരാൾ എഴുതിയതാണെന്ന് അതിന്റെ അർത്ഥം. അത് ശരി, ആകാശം നുരുണ്ട് വീണ്ടല്ല എന്നതിന്റെ അർത്ഥം. ആരുടെയോ സൃഷ്ടിയാണ് എന്ന് പറയല് ഒരാൾ എഴുതിയാണ് എന്നുള്ള അർത്ഥത്തിലാ, ഉണ്ടാക്കി പറഞ്ഞാണ് എന്നതിന്റെ അർത്ഥം. ഏത് മലയാളം അറിയുന്നോ അതറിയാത്തത്? ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഞാൻ പറഞ്ഞുതരാം. ഇയാള് പറയുന്നത് ഇതൊക്കെ കൂടി വിശദീകരിച്ചാൽ പറയുന്നത് ഈ മാലന്റെ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? മൂപ്പര് കളിച്ച കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൂപ്പര് ചോദിക്കുന്നത് ഞാനല്ല. ഒന്ന് കേട്ടോളി. ആ വിഷയം ശരിക്കും മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ആ വിഷയം ശരിക്കും മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അയാൾ കളിച്ച കളിയൊക്കെ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇനി സഹോദരന്മാരെ, ഇവിടുന്ന് എന്താ പറഞ്ഞത്? ഹിദായത്താക്കാൻ അള്ളാഹ്ക്കല്ലാതെ കഴിയോ? പിന്നിങ്ങനെ ബസ്ർ ഫുആദി എന്ന് പറയാൻ ചോദിച്ചില്ലേ? എന്നാൽ ഇവരെ നേതാക്കന്മാരെ മാലുണ്ട്, അതിൽ ഹിദായത്താക്കുന്ന ആളാണ് KM മൗലവി. ഇല്ലേ? കേട്ടോളി, ഇവരെ മാല, ഇവർക്ക് മൊഹീദ്ദീൻ ശൈഖിന്റെ മാല പറ്റൂല, ബദരീങ്ങൾ പറ്റൂല, പിന്നെ ആരെ പറ്റൂ? KM മൗലവിന്റെ മാല. ഓക്കെ, കേട്ടോളെ. فَأَضْلَ جَمِيعَنَا لَمَّا أُصِبْنَا بِكَيْم مَوْلَوِي حَبِيبِ التُّقَاتِ رَوِيِّ الْعِلْمِ وَعِيِّ الْمُؤَدِّي وَأُسْتَاذِ الْأَسَاتِذَةِ الْهُدَاةِ. ഹിദായത്താക്കുന്ന സർവ്വ ഉസ്താദുമാർക്കും ഉസ്താദാണ് KM മൗലവി. ഓ മൗലവി, നിങ്ങൾ ഇവിടെ ഓതിയില്ലേ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ല മാത്രമേ ഹിദായത്താക്കുന്നവനുള്ളൂ എന്ന് നിങ്ങൾ ആയത്തോതിയിട്ട് അബൂ താലിബിനെ ഹിദായത്താക്കാൻ നബിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ നിങ്ങൾ KM മൗലവി ഹിദായത്താക്കുന്ന ആളാണെന്ന് KM മൗലവിന്റെ മൗലിദിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിഷേധിക്കാൻ കഴിയോ മൗലവി? പിന്നെ അള്ളാന്റെ വസ്തു പറഞ്ഞു കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഹലീം എന്നത് അള്ളാന്റെ വസ്വല്ലേ? നിങ്ങളെ മൗലവിനെ പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? അമീനുൻ നാസിഹുൻ ഗിർറുൻ കരീമു ഹലീമുൻ ദുത്തവാദുഇ വൽ അനാതി. ഹലീം എന്ന പേര് അള്ളാന്റെ പേര് നിങ്ങളെ മൗലവിക്ക് പറഞ്ഞില്ലേ? നിങ്ങളെ മാലയല്ലേ, അൽമനാറിലല്ലേ?
ഇനി പറയട്ടെ മൗലവി, നിങ്ങൾ മരിച്ചവരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ വിളിച്ചില്ലേ? അയറാഹിലൻ അന്ന തറക്ത ജമീഅനാ വഖാബ ലൈസ ഇലൻ നജാതി സബീലു. ഞങ്ങളെയും വിട്ട് പിരിഞ്ഞു പോയ മൗലവി എന്ന് നിങ്ങൾ മരിച്ചുപോയ മൗലവിനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിമാരെ, നിങ്ങൾ അസ്റായീൽ എന്ന് മലക്കുൽ മൗത്തിന് പേര് പറയരുത് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ മൗലൂദ് ഓതുമ്പോ ഫീ സിന്നിഹി സബഈന ബഅദൽ ഹായിഖദ് വഫാലി ഖബ്ലി റൂഹി അസ്റായീൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. നിങ്ങൾ അസ്റായീൽ നാദാവർക്ക് തന്നെ വന്നു കഴിഞ്ഞു കേട്ടോ. ഇനിയൊന്ന് കേട്ടോ മൗലവി, നിങ്ങളെ നേതാക്കന്മാരുടെ മഹത്വം പറയുമ്പോ മൗലിദ് ഓതുമ്പോ നിങ്ങളതാ വിളിച്ചില്ലേ? വിളിച്ചിട്ടെന്താ പറഞ്ഞത്? ജമാലുദ്ദീൻ മൗലവീനെ നിങ്ങൾ പേര് വിളിച്ച് മരിച്ചാളെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞില്ലേ മൗലവി? നിഷേധിക്കാൻ കഴിയോ? റബ്ബുൽ ആലമീൻ അള്ളാന്റെ കിതാബിന് സഹായം നൽകിയ ആളാണ് മരിച്ചുപോയ മൗലവി. നിങ്ങൾ അള്ളാഹ് അല്ലാത്തവരെ സഹായിയാക്കിയില്ലേ? നിങ്ങളുടെ ഓരോ മാലകൾ ഞങ്ങൾ എടുത്താൽ, നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച മൗലിദുകൾ എടുത്താൽ, സുബ്ഹാനല്ലാഹ്, ഈ അബ്ദുറഹ്മാൻ മൗലവിനെ വിളിച്ചിട്ട് വേറൊരു അൽമനാർ യാ അബ്ദുറഹ്മാനിൻ അറഖ്ത ഖുലൂബനാ നബികി അലൈക ബിദംഇ മബ്ജൂസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അബ്ദുറഹ്മാൻ മൗലവിനെ വിളിച്ചില്ലേ? റാഹിലൻ അന്നാ ജറഹ്ത ഖുലൂബനാ വഅദഖ്തനാ ഫിൽ ഹുസ്നി സർറകൂസി എന്ന് പറഞ്ഞ് മരിച്ചുപോയ മൗലവിനെ നിങ്ങൾ അൽബനാറിൽ MCC അബ്ദുറഹ്മാൻ മൗലവിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയില്ലേ? തവസ്സുൽ നടത്തിയില്ലേ? ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പറ്റാത്തത്? ഇനി മൗലവി പറയുന്നു, ഈ കൊല്ലത്തെ അഭിനയത്തിന്റെ അവാർഡ് പേരോടിനും അലവി സഹാഫിക്കും കൊടുക്കണോ? അതിന്റെ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച് ഇദ്ദേഹം കള്ളജാറോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് പറയാ നാദാവരത്ത്, ഞാൻ കള്ളജാറോ എന്നല്ല പറഞ്ഞത്, ജാറത്തിന്റെ ഫോട്ടോ എന്നാ പറഞ്ഞത്. എന്തിനാ മൗലവി ഈ കള്ളം? അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നല്ലേ നിങ്ങൾ വാർത്തകളൊന്ന് പ്രസംഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തെ സംബന്ധിച്ച്? അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മൗലവി തന്നെ പറയുന്നു. അത് വെച്ചിട്ടോ നോണ കണ്ടോ? ജാറത്തിന്റെ ഫോട്ടോ ആണ് എന്നാ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചാൽ കേൾപ്പിക്കാൻ കഴിയുന്നത്? അത് കള്ളജാറമാണ് എന്നല്ലേ പറഞ്ഞത്? ആ സംഗതി ഞാൻ നിങ്ങളുടെ നാട്ടിൽ വെച്ച് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച് കള്ളജാറെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അതെന്റെ മനസ്സിന് വേദനിച്ചു. എന്നെ നിങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് വേദനിച്ചു. ആ വേദന എനിക്ക് മനസ്സിന് തട്ടി. ഞാൻ അതുകൊണ്ട് ആ സമയത്ത് സ്വലാത്ത് ചൊല്ലി കരഞ്ഞുപോയി. മൗലവി കിടക്കുന്ന റൂമിനെ കുറിച്ച് കള്ള റൂം, കള്ള ഓഫീസ്, മുജാഹിദിന്റെ ഓഫീസ്, കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കൂലേ? ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു. ഞങ്ങൾക്ക് വിഷമിച്ചു, മനസ്സ് വേദനിച്ചു, ഞാൻ കരഞ്ഞുപോയി. അതിന് മൂപ്പര് അത് പേരോടിന്റെ അഭിനയം, അലവി സഖാഫിയും കണ്ണു തുറക്കുന്നുണ്ട്. അഭിനയത്തിന് ഇവർക്ക് കൊടുക്കണം സമ്മാനം. അഭിനയം ഞാൻ കാണിച്ചു തരാം, ശരിയായ അഭിനയം ഒന്ന് വെച്ചു കൊടുക്കുമ്പോനെ അവാർഡ് നമുക്ക് മൗലവിക്ക് തന്നെ കൊടുക്കാം. ആദ്യം ഞാൻ അഭിനയിച്ചതാണ് എന്ന് പറയുന്ന ഒന്ന് കൽപ്പിച്ചു കൊടുത്തു. ഈ 2007 ഇനിയിപ്പോ ഡേറ്റ് ഓർമ്മല്ല, അവിടെ നടന്ന 2006 അവസാനം ഏതെങ്കിലും ആയിക്കോട്ടെ, അവാർഡ്, അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ 1-ാം നമ്പർ പേരോടും 2-ാം നമ്പർ അല്ല 2 ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ടി വരും. അലവിക്കും പേരോടും. എന്നാൽ മൗലവിന്റെ അഭിനയം, നാദാവരത്തിൽ അഭിനയിച്ച അഭിനയം ഒന്ന് കണ്ടോട്ടെ മോനെ. ഞാൻ അഭിനയിച്ച് കരഞ്ഞുകൊണ്ടാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫൈലം തബ്കൂ ഫതബാക്കൂ, നിങ്ങൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയൽ അഭിനയിക്കണം എന്ന് തന്നെ ഹദീസിലില്ലേ? കരയേണ്ട സമയത്ത് കരച്ചിൽ വരുന്നില്ലേ? കരയും പോലെ ആക്കണം എന്ന് ഹദീസിലില്ലേ? നിങ്ങൾ അഭിനയിച്ചതോ
നിങ്ങൾ അഭിനയിച്ചത് പെണ്ണിന്റെ കോലത്തിലല്ലേ? നാദാവർന്ന് അഭിനയിച്ചാ കേൾപ്പിച്ചത്. എനിക്ക് കേട്ടോ സഹോദരന്മാരെ, സോളി 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 സോളി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുജാഹിദ് കല്ലേ വിടാ കുട്ടികളെ, മുജാഹിദ് കല്ലേ വിടാ കുട്ടികളെ, മുജാഹിദ് കല്ലേ വിടാ കുട്ടികളെ, മുജാഹിദ് കല്ലേ വിടാ കുട്ടികളെ. ശരിയായ അഭിനയം നമുക്ക് മൗലവിക്ക് കൊടുക്കാം. മൂപ്പര് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പോലെ എന്നിവിടെ. എന്തിന് അണ്ടോൺ ഉസ്താദിനെ കാഫറാക്കാൻ പറഞ്ഞതാ? പോലെ എന്നിവിടെ. ഞാൻ പോലെ എന്ന് അങ്ങ് വായിച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. അതിൽ അതുക്കിയെന്ന്. പിന്നെ മൗലവി പോലെ പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ പോലെനെ പറ്റി ഉപരി ഇഷ്കാലം അന്ന് പറഞ്ഞത് അതല്ലേ ആരോഗ്യമുള്ള സംവാദം. ആരാണ് പോലെ കേൾക്കുമെന്ന് എഴുതി വെച്ചത്? പോലെ അറിയുമെന്ന് എഴുതി വെച്ചത്? പോലെ കാണുമെന്ന് എഴുതി വെച്ചത്? അതല്ലേ നിങ്ങൾ തുടരേണ്ടത്? അതല്ലേ ആരോഗ്യപരമായ സംവാദം? അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? വെറുതെ അതൊന്നും പറയാ. അപ്പൊ ഞാൻ ആരോഗ്യം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഐമിസിലതാരിക്കാന്ന് വായിച്ചു കൊടുത്തു. പിന്നെന്ത് ചെയ്തു? ഞാൻ മുജാഹിദിന്റെ അൽമനാർ വായിച്ചു. എന്തായാലുള്ളത് അർറഹീം എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതനെയും വിശേഷണമായും ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. ഇനി അൽമനാർ വായിക്കട്ടെ. എടുക്കുമോനെ അൽമനാർ. പോലെ എഴുതിയത് പോലെ അൽമനാർ മുജാഹിദിന്റെ പത്രായി വായിക്കുന്നത്. പോലെ എഴുതിയത് പോലെ എഴുതിയതാണ് മൂപ്പർക്ക്. അള്ളാന്റെ സിഫത്തിന് പോലെന്ന് നിങ്ങൾ എഴുതിയതാ വായിക്കുന്നത്. കേട്ടോ, അർ-റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്നാൽ അർ-റഹീം എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ വിശേഷണമായ റഹീം അള്ളാനെ വിശേഷിപ്പിച്ചതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന്. അള്ളാന്റെ സിഫത്ത് അള്ളാന്റെ റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത്. മുജാഹിദേ, ആൺകുട്ടികളാണോ രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്? മൗലവിക്ക് മറുപടി ഉണ്ടായോ? ഇല്ല. എന്നാൽ പിന്നെ മൗലവി എന്തായത്? മൗലവിമാര് യോഗം ചേർന്നിട്ട് അൽമനാർ തിരുത്തിച്ചു. അങ്ങനെ തിരുത്തിയ അൽമനാറാണിത്. ഇതിലിപ്പോ എന്താ പറഞ്ഞത്? 2004 നവംബറിലൊക്കെ അൽമനാർ 29 പേജ് 1-ാം കോളത്തിലെ അവസാന പാരഗ്രാഫിലുള്ള എന്നാൽ അർ-റഹീം എന്ന വിശേഷണം എന്ന് തുടങ്ങുന്ന വരികൾ ഇങ്ങനെ തിരുത്തി വായിക്കുക. അർ-റഹീം എന്ന വിശേഷണം ലഫ്ളിയായി അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷമായും പ്രയോഗിച്ചിട്ടുണ്ട്. നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് മൗലവിമാരെ കൊണ്ട് തിരുത്തിപ്പിച്ചു. സ്ക്രീന് വെച്ചിട്ട് എന്താ കാര്യമൊന്നുമല്ലേ ചോദിക്കാറ്? 2004 അൽമനാർ 2006 ഒക്ടോബറിൽ തിരുത്തിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പോ ഞങ്ങൾ തിരുത്തിപ്പിച്ചു. മൗലവിന്റെ ആവുകൊണ്ട് എന്താ പറയിപ്പിക്കാം? ഇതിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കേൾക്കണോ? നിങ്ങളോട് ഉണർത്തുന്നത് എന്താണെന്നറിയോ? സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാ. മൂപ്പര് അത് തിരുത്തി. എന്നാ ഇപ്പൊ മൂപ്പര് എന്താ പറഞ്ഞറിയോ? അള്ളാനെ പോലെ എന്നല്ല ഇപ്പം പറഞ്ഞത്. ഇതോ അള്ള കടലാണ് എന്നാ പറഞ്ഞത്. എങ്ങനെ? കടലിൽ തന്നെ സൃഷ്ടിയാണ്. അത് കടല് പോലെയാന്ന ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം? പോലെ എന്ന് പറയാൻ പറ്റുമോ? അള്ളാനെ പറ്റും. നിങ്ങളല്ലേ അറിഞ്ഞു പോലെ എന്ന് പറഞ്ഞുകൂടാ. കടല് പോലെ രണ്ടിലൊരർത്ഥമുണ്ട്. ഒന്നുമില്ല കടൽ പോലെയാന്നാണോ അല്ലേ അള്ള കടലിന്റെയാന്നാണോ? അള്ള കടലാണ് ഇങ്ങനെ രണ്ടല്ലാത്തൊരർത്ഥം പറ്റൂലല്ലോ. കേട്ടു ഒന്ന് വെക്കുമോനെ. കാരുണ്യത്തിന്റെ കടലാണ് അള്ളാ എന്ന് പറയുന്നത്. കാരുണ്യത്തിന്റെ കടലായ റബ്ബ്, കാരുണ്യത്തിന്റെ കടലായ റബ്ബ്, കാരുണ്യത്തിന്റെ കടലായ റബ്ബ്, കാരുണ്യത്തിന്റെ കടലായ റബ്ബ്, കാരുണ്യത്തിന്റെ കടലായ റബ്ബ്. കടല് ദൈവാന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ഇയാള്? അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ കടലായ റബ്ബ് എന്ന് പറഞ്ഞാൽ അത്രയും കാരുണ്യം ചെയ്യുന്ന ആളുകൾക്ക് പോലെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ് എന്നാണോ? പോലെ എന്ന് പറഞ്ഞുകൂടാന്നല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞു. ഇനി കേട്ടോ, ഇനി എന്താ അടുത്തത്?
മൂപ്പര് എന്നോട് ചോദിക്കുന്നു, ഇൻസാനുൽ കാമിലില്ലേ നിങ്ങൾ ഇയാള് AVM മന്ദാവൂര് അയാൾ മാനസിക രോഗിയാന്ന് പറയുന്നു. ഇൻസാനുൽ കാമിലുള്ള വായിച്ച അർത്ഥം പറ മൗലവി. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കേട്ടോ. ഹല്ലത്തിലെ ഹൂസഫായത്തി എന്നുള്ളതിന് സാധ്യത ഉണ്ട് അർത്ഥം വെച്ച മൗലവിയല്ലേ. നിങ്ങളൊന്ന് വായിച്ച അർത്ഥം പറ. അങ്ങനെയൊന്നും അങ്ങ് പഠിക്കണ്ട. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ് എന്നാ മൗലവിമാര് പറയും. 30-35 ലക്ഷം ആളവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം മുസ്ലിമും ബാക്കിയൊക്കെ അബൂജഹലുകളുമാണ് എന്നാ. അത് നിങ്ങൾക്ക് കേൾക്കണോ? അത് ബാലുശ്ശേരിക്കാരൻ മൗലവി പറയുന്നത് കേട്ടോളി. ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. അതും എപ്പാ പറഞ്ഞെന്നറിയോ നിങ്ങൾ? മിനയില് അപകടം ഉണ്ടായി. എല്ലാ മുസ്ലിമീങ്ങളും മനസ്സ് വേദനിച്ചു, മുജാഹിദീങ്ങൾ സന്തോഷിച്ചു. ആ സമയത്ത് മൗലവി പ്രസംഗിക്കാണ്, മിനയില് ദുരന്തം ഉണ്ടായല്ലോ, അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അവിടെ പോന്നൊക്കെ അബൂജഹലുകളാണ്, അതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. മിനയില് മുസ്ലിമിയൊക്കെ ദുരന്തം ഉണ്ടായിട്ട് ലോക മുസ്ലിമീങ്ങളൊക്കെ മനസ്സ് വേദനിക്കുമ്പോ ഈ കാപട്യമുള്ള കക്ഷികൾ പ്രസംഗിച്ച് നിങ്ങൾ നേരിട്ടൊന്ന് കേട്ടോളൂ. വെച്ചു കൊടുക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. മുവഹിദുകൾ മാത്രമേ 5 ലക്ഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരെത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലായി. ലോകത്ത് 100 കോടിയിലധികം മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് ഇവരെത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഹജ്ജിന് വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളാണ് എന്നല്ലേ പറയുന്ന? 5 ലക്ഷം കഴിച്ച് ബാക്കി എന്തൊന്നാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഇവർക്ക് ഇങ്ങനെ ഈമാൻ കിട്ടി മരിക്കല്, എങ്ങനെ ഇവർ മുസ്ലിമായി മരിക്കൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒക്കെ അബൂജഹലുകളാണ്. എന്നിട്ട് സന്തോഷിക്കാണ് മിനയില് ദുരന്തം ഉണ്ടായതില്ലേ? അബൂജഹലുകളല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണം. ആണ്ട് നേർച്ച. എന്നോട് ആനത്തറവത്തെ ചോദ്യം ചോദിച്ചില്ല, ആണ്ട് നേർച്ച. ഞാൻ പറഞ്ഞു ആണ്ട് എന്ന് പറഞ്ഞാൽ വർഷം, നേർച്ച എന്ന് പറഞ്ഞാൽ ചെയ്യൂന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഏത് നല്ല കാര്യം കൊല്ലത്തിൽ 1 പ്രാവശ്യം ചെയ്യുമെന്ന് നേർച്ചയാക്കിയാലും ആണ്ട് നേർച്ചയാവുന്നത്. അപ്പൊ ഹജ്ജ്, സുന്നത്തായ ഹജ്ജ് വരെ നേർച്ചയാക്കിയാൽ ആണ്ടിലൊരിക്കൽ ചെയ്യുന്ന കാര്യം നേർച്ചയാക്കലാണെന്ന് പറഞ്ഞു. അപ്പൊ മൗലവി എന്താ ചെയ്തെന്ന് നിങ്ങള്? മൗലവി പറഞ്ഞു ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ അത് മരിച്ചെന്ന് മാത്രമേ പറ്റൂന്ന് റിസാലയിലുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? മരിച്ചന്നേര് ആണ്ട് പറ്റുള്ളൂ എന്ന് ആരാ പഠിച്ചു? മൗലവി പറയാം റിസാല മൂപ്പര് പറയാ റിസാലയിലുണ്ട്. അങ്ങനെ റിസാല കട്ടതല്ലേ? റിസാല ഞാൻ വായിക്കാം. അതേ ചെറുപ്പക്കാരനായ പണ്ഡിതൻ എഴുതിയാണ്, തന്നെ വായിക്കാം കേട്ടോളി. മഹാത്മാക്കളുടെ സ്മരണകൾ അയവിറക്കാനായി വർഷം തോറും ആചരിക്കപ്പെടുന്ന ചടങ്ങുകളാണ് ആണ്ട നേർച്ചകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാന്മാരുടെ ഭൗതിക വിയോഗ ദിനങ്ങളോടനുബന്ധിച്ചാണ് സാധാരണഗതിയിൽ ഇത് നടക്കാറുള്ളത്. ഈ ദിവസം തന്നെ തെരഞ്ഞെടുക്കുന്നതിൽ കണിശത പുലർത്താറില്ല. അപ്പം വിയോഗ ദിവസം തന്നെ ആകണമെന്നില്ല. സൗകര്യത്തിനനുസരിച്ച് സ്വതന്ത്രമായി ദിവസങ്ങൾ നിശ്ചയിക്കുന്നു. അപൂർവം ചിലപ്പോൾ മാസവും മാറിയെന്നിരിക്കും. അവരുടെ അന്ത്യവിശ്രമ സ്ഥാനങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുക.
അതിനു പുറമേ മറ്റ് നാടുകളിലും നേർച്ചകൾ നടത്താറുണ്ട്. ജീലാനി ആണ്ടു നേർച്ച, റിഫായി ആണ്ടു നേർച്ച, ഓമാനൂർ ശൂതാക്കളുടെ നേർച്ച, മലപ്പുറം നേർച്ച എന്നിവ ഉദാഹരണം. ഇനിയും കേട്ടോ, ആണ്ട് നേർച്ചകളുടെ ആത്മാവുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. പുണ്യാത്മാക്കളോടുള്ള സ്നേഹപ്രകടനവും അവരുടെ സ്മരണ നിലനിർത്തലുമാണ് ഈ ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നതാണത്. പുണ്യാത്മാക്കളുടെ സ്മരണ നിലനിർത്തുന്ന പരിപാടിയാണ് ആണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സ്മരണ നിലനിർത്താൻ കൊല്ലത്തിലൊരു പ്രാവശ്യം ചെയ്യുന്ന പരിപാടിയാണ് സഹോദരാ ഉളുഹിയ്യത്ത്. അതിന്റെ അറവി, അതുപോലെ ഹജ്ജിന്റെ അമലുകൾ, ആ മഹാന്മാരുടെ സ്മരണ നിലനിർത്താനുള്ള പരിപാടിയാണ്, കൊല്ലത്തിലൊരിക്കലാണ്. അതുകൊണ്ടാണ് അത് ആണ്ട് എന്ന് പറയുന്നത്. അതും ഉൾപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. അത് റിസാലയിൽ തന്നെ ഉണ്ടല്ലോ. അത് നിങ്ങൾ മൂടി വെച്ചതല്ലേ മൗലവി? എന്തിനാണ് ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ബദരീങ്ങളുടെ ആണ്ട് റമദാൻ 17-നല്ലേ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽ ഒന്നാമത്തെ മെമ്പറല്ലേ? റസൂലുള്ള വഫാത്തായത് റമദാൻ 17-നല്ലല്ലോ. വഫാത്തായ ദിവസമേ ആണ്ട് വെച്ചു എന്നത് നിങ്ങളുടെ വിവരക്കേടല്ലേ മൗലവി? ഇനി ഞാൻ ചുരുക്കുന്നു. ഇനി ഒരുപാട് സംഗതി പറയാനുണ്ടെങ്കിലും ഞാൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാര്. ഇയാള് എന്ത് പറഞ്ഞു? ആണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. എന്താ, ഇവരെ കുറച്ച് ആണ്ടുണ്ട്, അതൊന്ന് കാണിക്കട്ടെ. എന്താണ്ട്? ഇവർക്ക് ഫാത്തിഹ ഓതാൻ പാടില്ല. ഫാത്തിഹക്കെതിരായിട്ട് മൗലവി പ്രസംഗിച്ച് വെച്ചു കൊടുക്കുമോനെ. ഒരു മണവാള നടക്കും കുണ്ടോട്ടി പട്ടാമ്പിയിലൊക്കെ നടക്കുന്ന നമ്മൾ അംഗീകരിക്കാത്ത ഏതോ കള്ളത്തരീക്കത്തിന്റെ ആളുകളും മറ്റും നടത്തുന്ന ആണ്ട് നേർച്ചകളും. പിന്നെ ഒന്ന് മൗലവി കാണിച്ചെന്നറിയോ? പെണ്ണുങ്ങളെ ചുംബിക്കുന്ന ഒരു തങ്ങള്. ഞാൻ പാറക്കടവ് ചെക്കിയാടുന്നതിന് എതിരായിട്ട് പ്രസംഗിച്ച വടകര തങ്ങളെ, അയാൾ പെണ്ണുങ്ങളെ ചുംബിക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് മൗലവി. അതിനെതിരെ പ്രസംഗിച്ച് ഞാനല്ലാതെ നിങ്ങളിങ്ങനെ പ്രസംഗിക്കണോ മൗലവി അതിനെതിരെ? കണ്ടോ? കേട്ടില്ല, നേരിട്ട് കാണിക്കാണ്. ഇത് വടകരയാണ്. നിങ്ങൾ അതുകൊണ്ട് പ്രസംഗിച്ചിട്ട് അത് കൊണ്ടുവന്ന് കാണിക്കാണ്. കണ്ടോ തങ്ങളെ ചുംബിക്കുന്നത്? കള്ളത്തിരിക്കത്താരല്ലേ? അതുപോലെ തന്നെ പിന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഖബറിനെ സുജൂദ് ചെയ്യുന്നത് കണ്ടോ? ഞങ്ങളാ സുജൂദ് ചെയ്യുന്നത്? നിങ്ങളെ ഉമർ മൗലവി അല്ലേ എഴുതിയത് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്ന കണ്ടാ ശിർക്കാന്ന് പറഞ്ഞുകൂടാ? അതുകൊണ്ടല്ലേ ആളുകൾ സുജൂദ് ചെയ്യാൻ കാരണം? നിങ്ങളല്ലേ അതിന് ഉത്തരവാദികള്? എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറെ അപ്പുറം ഇപ്പുറം മൂടി വെച്ച് വായിച്ച പുസ്തകങ്ങൾ. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇവിടെ കുറെ കാണിച്ചൊന്നും ഇപ്പൊ ഞാൻ സമയമില്ലാത്തോട് കാണിച്ചില്ല. ഒക്കെ ചില CD കേട്ടുന്നുണ്ട്. അതിനെതിരെ പ്രസംഗിച്ച് ഞാനല്ലാതെ നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോ മൗലവി അതിനെതിരെ? വെച്ചു കൊടുക്കുമോനെ. നമ്മൾ ദീന് തുറന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കാലത്തോളം ജീവിച്ചു മരിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കുണ്ടോട്ടിയിട്ട്. ഞാൻ എൻ്റെ ഉമ്മാമാരോട് പറയും, കുണ്ടോട്ടിയിട്ട് ഒരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമില്, ഉറൂസുണ്ട് ഇസ്ലാമില്, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറയും. എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച?
ഈ കുണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളോട്, തഖ്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു, കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിലിരുന്നോളണം. അല്ലെങ്കിൽ തന്നെയും വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ വഅഖിംന സ്വലാഹ്. വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ, ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ, വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ. സ്ത്രീകളോട് കൽപ്പന അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ നേർച്ച പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങല്ല കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല. SSF സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മക്ബറയിൽ നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, മുത്തവല്ലി എന്റെ സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനമെടുത്തു, അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്തരം അനാചാരം നടത്തുന്നില്ല. മക്ബറയിൽ വാള് പറയും, മക്ബറയിൽ ഖുർആൻ ഓതും, മക്ബറയിൽ ദിക്ർ ചൊല്ലും, മക്ബറയിൽ അന്നദാനം നടത്തും, സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു. ആ മുത്തവല്ലിയുടെ കെയർ ഓഫിൽ പിറ്റത്തെ കൊല്ലം കൃത്യമായി ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ക്ഷണിച്ചു. ഞാനവിടെ പ്രസംഗത്തിന് പോയി. സഹോദരന്മാരെ, പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടർ മുട്ടിപ്പാടി പോകുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്ത് ചെയ്ത് നിർത്തി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കുമ്പോ ആ ദർഗയുമായി ഔദ്യോഗിക ബന്ധമുള്ളവരല്ല, അവിടുത്തെ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അമ്മുട്ട് ഇവിടെ നിർത്തിയാൽ പറ്റൂല എന്ന് പറഞ്ഞ് അവര് സംഘടിപ്പിച്ചതാണിത്. എന്തിന്? നമ്മൾ പ്രസംഗിച്ചിട്ട് അമ്മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ, ജമാഅത്ത് ഇസ്ലാമിയാണ് കേട്ടോ. കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ, ഇതല്ലേ സുന്നി നിരോധിക്കാൻ. അതിനവർക്കത് ഇവിടെ നടന്നേ പറ്റൂ. അനുഭവമാ പറയുന്നത്, തിരൂരിലാ നടന്നത്, മലപ്പുറം ജില്ലയിലാ പ്രസംഗിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, നിഷ്പക്ഷമതികളെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇത്തരം പൂരങ്ങൾ നിർത്തണം കേട്ടോ. നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുത്തങ്ങ് മാറി നിൽക്കണം കേട്ടോ. ഏതെങ്കിലും ഒരാള് ചന്തയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൂടാന്നല്ല, അല്ലെങ്കിൽ കൊണ്ടോട്ടി ടൗണിൽ ഇറങ്ങിയിട്ട് മീൻ വാങ്ങിക്കൂടാന്നല്ല, മറിച്ച് അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നമ്മൾ നടത്താൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കുന്നത് ഫാത്തിഹ ഓതിക്കൂടാൽ ഇവർക്ക്. അതുകൊണ്ട് ഇവർ ഫാത്തിഹ എന്താക്കിയെന്നറിയോ? മലയാളത്തിൽ പാട്ടാക്കി. മൊയ്ലാരെ കൊണ്ട് ദ്വാരപ്പിച്ചാൽ ഹജ്ജ് വാത്തനായി പോകുന്ന പറയുന്നത്. അവൻ വെച്ചോട്ട് അവനെ ഉസ്താദിന് പൈസ കൊടുത്ത് ദ്വാരപ്പിക്കുകയാണ്. കണ്ടോ? എവിടെ വെച്ച്? അറഫായിൽ വെച്ച്. എന്തിനാണ് ഇവരൊക്കെ ഹജ്ജിന് പോകുന്നത്? ആ 1 ലക്ഷം പോയി അല്ലെങ്കിൽ 1.25 ലക്ഷം പോയി എന്നല്ലാതെ യാതൊരു കാര്യമല്ല അങ്ങനത്തെ ഹജ്ജ് കൊണ്ട്. അറഫേന്ന് ഉസ്താദിനെ കൊണ്ട് പൈസയും കൊടുത്ത് ദ്വാരപ്പിച്ചാൽ ഹജ്ജ് വാത്തലായി പോയി. പുതിയ മസലയാ ഹജ്ജിന്റെ മുഫ്സിദാത്തിന്റെ കൂട്ടത്തിൽ ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കൽ. ഉസ്താദിന് കുറച്ച് ധർമ്മം കൂടി കൊടുത്താൽ ബാത്തിൽ വേഗമായി. ഈ ദ്വാരക്കാൻ പറ്റൂലല്ലോ ഇവർക്ക്, ഫാത്തിഹ ഓതാൻ പറ്റൂല വേറെ. എന്നാൽ ഇവര് ഫാത്തിഹ ഒന്ന് ദ്വാരക്കുമ്പോ കൈവക്കി കൂടല്ലോ. അതുകൊണ്ട് ഹനഫികൾ കൈകെട്ടിയ പോലെ താഴെ കയ്യും കെട്ടീന്. ആരാ ദ്വാരക്കുന്ന അറിയോ? 2 യുവതികള്, 2 പെൺകുട്ടികളെ കൊണ്ട്. എങ്ങനെയാ? മലയാളത്തിൽ ഫാത്തിഹ മലയാളത്തിൽ പാട്ടാക്കി സെലഫി ഫെസ്റ്റ് ബാനറും വെച്ചിട്ട് ഒന്ന് വെച്ചു കൊടുത്താവനെ ഇവരെ ഫാത്തിഹ. സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, അബ്ദുൽ സാഹിദ് ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, സ്വയം നിറഞ്ഞ നാട്ടുകാരെ, സകലേശന്റെ തിരുനാമത്തിലാരംഭിക്കൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനാക സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ, നിന്നനുഗ്രഹ പാത്രമായോ തന്മാർഗങ്ങളിൽ. അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ വഴിയല്ല
സന്മാർഗഭ്രഷ്ടന്മാർ തൻ പാതയുമല്ല നൂനം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് തീർക്കും കേൾപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾ കേട്ടോളി. അപ്പോൾ ഫാത്തിഹ കേട്ടല്ലോ, ഇനി ഒരു അസറക്ക കേട്ടോളി. ആ അസറക്ക ആണ് കൊണ്ട് ഒന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് അസറക്ക. ഇനി കാണുന്നുണ്ടറിയോ, നമ്മളെ സ്വീപ്പാക്കിയില്ലേ, ഹാ ഹൂ ഹീ ഇതൊരു സ്വീപ്പാക്കിയില്ലേ മൗലവി. എന്നിട്ട് അവൾ നർത്തം വെച്ചില്ലേ. എന്നിട്ട് അതിന് തെളിവ് പറഞ്ഞാൽ എന്താ, നമ്മളെ മാനസിക രോഗി എങ്ങനെ എഴുതിയിരിക്കുന്നു. അതിന് കവിയം എന്താവൂലേ, മാനസിക രോഗിയുടെ ഇസ്ലാമിൽ തെളിവാ. ഹാ ഹാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയണം. ഹൂ അല്ലാഹു തആല, ഹീ പറയണം, ഹൈ അവൻ ഹയാത്തുള്ളവനാണ്. ഇതിലെവിടെയാ മൗലവി തെറ്റ്? എവിടെയാ തെറ്റ്? അപ്പൊ മൂപ്പര് ഹാ തന്നെ അവള്, അതല്ലേ ഓർമ്മയുള്ളൂ, എല്ലാവരുടെയും പെൺകുട്ടികളല്ലേ. എന്നാൽ സഹോദരന്മാരെ, ഖുർആനിലുണ്ട് ഒരു സ്ഥലത്ത് ഹാ അൻതും ഹാ ഉലാഇ. മൗലവി അർത്ഥം വെച്ചാട്ടെ, ഹാ അൻതും ഹാ ഉലാഇ, അവൾ നിങ്ങൾ അക്കൂട്ടർന്ന അർത്ഥം പറ മൗലവി. ബുഖാരിയിലുണ്ട് ഒരു ഹദീസ്, എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതാ. എന്താ ചൊല്ലിയത്? ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്. ബുഖാരിയിലുണ്ടോ ഇല്ലേ? പറയൂ മൗലവി. എന്താ അർത്ഥം? അവൾ അല്ലല്ല. ഒരു ചുക്കും പഠിക്കാതെ റാത്തീബിനെയും മൗലൂദിനെയും എതിർത്ത് നടക്കേ. എന്നാൽ ഇവരെ റാത്തീബ് കേട്ടോളി. എങ്ങനെയാ റാത്തീബ്? പുലിത്തോലും അടിഞ്ഞിട്ട് ഹാ ഹാ നിൽക്കറ്. റാത്തീബിന്റെ ആട്ടവും കണ്ടോളി എന്ന് വെച്ചാൽ മോനെ. ഞാൻ ഇയാളെ താടിനെ വിമർശിച്ചാൽ വലിയ സങ്കടത്തോടെ പറയാ. ഈ താടി ജനങ്ങളെ പറ്റിക്കാൻ പറ്റിയ താടി ആയതുകൊണ്ടല്ലേ താടി ഏൽക്കൂലേ? അത് സുന്നത്തല്ലേ? പക്ഷെ താടി ഒപ്പിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് വിവരക്കേടാണെന്ന് നിങ്ങളെ മാസികയിലല്ലേ ഉള്ളത്? ഒപ്പിക്കാൻ അൽമുർഷിദില് ഇല്ലേ? നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ഞാൻ അൽമുർഷിദ് എഴുതിയ KM മൗലവിന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് പറ താടിനെ വിമർശിക്കല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര ഉണ്ട് സമയമില്ല. അൽ-ഇസ്ലാഹി സക്കരിയ സലാഹി മഞ്ചേശ്വരത്തുനിന്നും ഇടമുട്ടത്തുനിന്നും തോറ്റുപോയത് കൊണ്ട് അൽ-ഇസ്ലാഹിയാർ, അതായത് മറ്റേ മുജാഹിദ് എഴുതുകയാണ് സക്കരിയ സലാഹിന്റെ താടിനെ കുറിച്ച്. താടി വെച്ചോണ്ടൊന്നും വിവരം ഉണ്ടാവില്ല മൗലവി. ബദ്ധല്ല, വിവരമില്ലാത്തോണ്ട് ആ മഞ്ചേശ്വരത്ത് ബബ്ബ എന്ന് പറയേണ്ടി വന്നത്. എന്നാ ഇതിലുള്ളത് മറ്റേ മുജാഹിദ് എഴുതിയതാ, ഞങ്ങൾ എഴുതിയതല്ല. എനിക്ക് കേട്ടോ, ഇല്ലെങ്കിൽ നിഷേധിങ്ങൾ ഞാനൊക്കെ CD കൊടുത്തിട്ടുണ്ട്. CD കിട്ടും വായിക്കോട്ടോടി. ഇനി ഞാൻ പറയാം. എന്നാൽ താടിയും വെച്ചിട്ട് ആ മുസ്ലിമീങ്ങളെ പരിഹസിച്ചില്ലേ നിങ്ങൾ? എന്തിനാണ് ഈ ആ മുസ്ലിമീങ്ങളെ പരിഹസിക്കുന്നത്? രാജ്യത്തുള്ള സ്വാതന്ത്ര്യം, ഇവിടെയുള്ള ഈ സൗഹാർദ്ദം തകർക്കാനോ? താടിയും വെച്ചിട്ട് മൗലൈമാര് നെറ്റീമന് കുറിയും തൊട്ടിട്ട് പരശുരാമന്റെ മഴുവ് എടുത്തിട്ട് ഒരു ശരിക്കും പരശുരാമനായിട്ട് രംഗത്ത് എന്ന് വെച്ചാൽ അവനെ പിന്നെയോ ഓണപ്പട്ടനായിട്ട് മൗലൈമാര്. മൂസേന്റെ മോനാ. അഡ്രസ് അടക്കം ഞാൻ പറഞ്ഞുതരാ. കോഴിക്കോട് ഇല്ലേ തന്നെ നടന്നതാ. ഇല്ലേ പറയട്ടെ, സെൽഫി ഫെസ്റ്റ് വെക്ക് മോനെ. പരശുരാമനെ കാണിക്കും. മൗലവി പരശുരാമനായി. ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्. നിലവിളക്ക് അതിന്റെ സൗണ്ട് ഞാൻ എടുത്താൽ
നിലവിളക്കിനെ ബഹുമാനിക്കുന്ന കോലം. സെലഫി ഫെസ്റ്റ് ബാനർ വെച്ചിട്ട് ചെയ്യാണ്. ഇനി അടുത്തത് മോനെ സ്റ്റേജ് പരിപാടി കുറച്ചൊക്കെ വെച്ചു കൊടുത്തേ. സ്റ്റേജ് പരിപാടി വളരെ പെട്ടെന്ന് തീർക്കാലോ. ഇവർ പറയും നബിദിനാഘോഷ റാലി നടത്താൻ പറ്റൂല, ബ്ലോക്കായി പോവും. പയ്യോളിയിൽ ബ്ലോക്കാക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലേ? വെക്കുമോനെ ബാൻഡ് മുട്ട് കിണികിണി മുട്ട് സാധാരണ ദേവാലയങ്ങളിലെല്ലാം മുട്ടും കണ്ടാല് ശരിയായ ഒരു ഈ അയ്യപ്പ വിളക്ക് അതേ കോലം. താലപ്പൊലി പെണ്ണുങ്ങള് മക്കനെയും തലയെ കെട്ടുവിട്ടിട്ട് മൗലവിച്ചുകള് താലപ്പൊലി എടുത്തു പോന്നു. എന്നിട്ട് മക്കനെ നീങ്ങിപ്പോയപ്പോ അത് ശരിക്കും റെഡിയിൽ ആക്കുന്നതും കൂടി കാണാം. മക്കനെ നന്നാക്കുന്നു. എന്തിന് നിങ്ങൾ മറ്റുള്ള സമുദായക്കാരെയൊക്കെ ഇങ്ങനെ പരിഹസിക്കണം? അതിന്റെ ആവശ്യം എന്താണ്? അല്ലങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാ ഇത്. എന്നാ പിന്നെ പടി കടന്നുമില്ലേ? രണ്ടിലൊന്നല്ലേ പറ്റുള്ളൂ. വെക്ക്. കുണ്ടോട്ടി നേർച്ച അതുപോലത്തെ ചില നേർച്ച കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചില്ലേ? ഞങ്ങളെ സംഘടനയുടെ വല്ല ബാനറുണ്ട് അതിന്റെ മുകളിൽ? ആരൊക്കെയോ എടുത്ത പണിയല്ലത് ഇത്. സെലഫി ഫെസ്റ്റ് എന്ന് ബോർഡും വെച്ചിട്ട് ബാനറും പിടിച്ച് മൗലവിമാര് ചെയ്ത പണിയാ ഞാൻ കാണിച്ചത്. എന്നിട്ട് നാദാവെടുത്ത് വന്നിട്ട് പാവം സ്ത്രീകളോട് പറയാ, കണ്ടോ മുട്ട് കണ്ടോ, കിണികിണി കണ്ടോ, സുജൂദ് കണ്ടോ, ഞങ്ങളെ കൂടെ വന്നാല് ഇവര് പറയും ബഹിഷ്കരിക്കണോ. ഇങ്ങനെയായ ഈമാനില്ലാണ്ടായി പോലെ സ്ത്രീകളെ. നമ്മളെ മുത്ത് മാണിക്കല്ലേ പറയാ, എന്റെ മുത്തേ, ഇതല്ലേ നിങ്ങളെ ഗതി? ഇതിനാണോ ഞങ്ങളെ കുട്ടികളെ നിങ്ങളെ സ്ഥാപനത്തിൽ പറഞ്ഞേക്കേണ്ടത്? ഈ നിലക്ക് കുറി തൊട്ടിട്ട് പരശുരാമനാകാനാണോ ഞങ്ങൾ പറഞ്ഞേക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അംഗീകരിക്കാത്ത കള്ളത്തരീക്കറ്റാരെ നേർച്ച, നമ്മളെ പണ്ഡിതന്മാർ ഒരു നിലക്കും അംഗീകരിക്കാത്ത നേർച്ചന്റെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ട് CD കയറ്റിയിട്ട് വിതരണം ചെയ്യും. കണ്ടോ സുന്നികളെ നേർച്ച കണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ ആന, കുറെ ബൊട്ട്. നമ്മളെ ഇത് ഉണ്ടാക്കുന്നത് ഇവര് കമ്മിറ്റി ചേർന്ന് ഉണ്ടാക്കുന്നതാ. ഇവരെന്നെ സ്വന്തം ഉണ്ടാക്കിയപ്പോ കാണിച്ച്. എന്നിട്ട് ഞാൻ അതിനെതിരെ സംസാരിച്ചത് കൊണ്ട് കുണ്ടോട്ടിന്ന് സംസാരിച്ച് ഞാൻ കുണ്ടോട്ടി നേർച്ചക്കെതിരെ
അതിനോണ്ട് എന്നോട് വെറുപ്പ് ആർക്ക്? സെൽഫി മൗലവിമാർക്ക്. പിന്നെ നാലാവർത്തി ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു ഞാനും കാന്തപുരസ്ഥാക്കിനെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ മൗലവി പറയും നിങ്ങൾ രണ്ടാളോ സുന്നി, നിങ്ങൾ സുന്നിയല്ല, നിങ്ങൾ സുന്നിക്ക് ഇവരാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി. ഒന്ന് കേട്ടോളിങ്ങളും. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ് ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാ മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനമെടുത്ത് വായിച്ചു. മഖബറയിലെ അനാചാരത്തിനെതിരാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറയിൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികൾ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ രണ്ടാളും മാത്രാ സുന്നി? ഇവരാ സുന്നി? സുന്നിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ മൂപ്പരാ? എനിക്കൊക്കെ ഒന്ന് വെക്കണോ? നമ്മളെ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ സക്കരിയ സലാഹി, എന്താ പറയുന്നത്, പൂരങ്ങളൊക്കെ ലയിക്കാനുള്ള ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് ആടാനും ചാടാനും ഒക്കെ മാപ്പിളാരെ സഹകരിക്കാം. മാപ്പിളാരെ ജാറത്തിലെ നേർച്ചയ്ക്ക് അമുസ്ലിങ്ങളും സഹകരിക്കാം. രണ്ടിടത്തും കുടിച്ചും കൂത്താടാനുള്ള ഒരു ടീം ഉണ്ടാവും. അത് രണ്ടും ഏതാണ്ടൊന്നേക്കാരം പേര് മാത്രം കൊണ്ട് ഒരു സമുദായം തിരിച്ചടിയുള്ളൂ. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റുമോ? മാന്യന്മാർക്ക് യോജിക്കാൻ പറ്റുമോ? ഇപ്പൊ പട്ടാമ്പി നേർച്ച ഇതപ്പൊ നടന്നു. അത് സൗദാന്റെ സെക്രട്ടറി പ്രസിഡന്റും കമ്മിറ്റിയിലും ഒക്കെ മുസ്ലിം അമുസ്ലിം കൂടിക്കലർന്നിട്ടാണ് അങ്ങനെയാ നേർച്ച നടത്തുന്നത്. മുസ്ലിം അമുസ്ലിം കൂടിക്കലർന്നിട്ടാണ് അങ്ങനെയാ നേർച്ച നടത്തുന്നത്. അപ്പോൾ ഈ മഖബറയിൽ സുജൂദ് ചെയ്യുന്നതിനെതിരെ, അതുപോലെ മഖബറെ തോന്നിയാസം ചെയ്യുന്നതിനെതിരെ സക്രിയായി പ്രസംഗിക്കുമ്പോൾ മൗലവിക്ക് പിടിക്കുന്നില്ല. കാരണം മൗലവിക്ക് എന്ത് വേണോ? ഈ തെറ്റെല്ലാം മഖബറയിൽ നടക്കണോ. എന്നാൽ എന്ത് ചെയ്യും? അത് ചൂണ്ടിക്കാണിച്ച് കണ്ട മഖബറെ സുജൂദ് ചെയ്യുന്നത് കണ്ട, മഖബറെ മറ്റേ നടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് സുന്നത്തി മാതിരി തകർക്കണം. മുമ്പ് തിരിച്ചങ്ങാതി കാലും വരെ ഒരു പൊട്ടുണ്ടായപ്പോ നല്ലൊരു കെട്ടിട്ട് കുറച്ച് തേനും പരത്തി കൊടുത്തു. എന്നിട്ടോ ഇതും കാണിച്ചിട്ട് എല്ലാ പീടിയയിലും കയറിയിട്ട് കണ്ടോ എന്റെ കാലിന് സുഖമില്ല, എന്തെങ്കിലും തരണേന്ന്. അപ്പൊ ഒരു ചെറുപ്പക്കാരനൊരു പീടിയയിൽ SSF-കാരനാണ്. ഞാൻ ചോദിച്ചു നിങ്ങളെ കാലിന് അത്ര വലിയ പൊട്ടുണ്ടെന്ന് തോന്നില്ല, നിങ്ങൾ നടക്കുമ്പോൾ വിഷമമൊന്നും കണ്ടിട്ടില്ലാലോ. അപ്പൊ ഇയാൾ പറഞ്ഞു എന്ത് പോലും വല്ലാത്ത വിഷമമുണ്ട് കാലിന്. എന്നാ നമ്മൾ ആസ്പത്രി പോകാൻ ആസ്പത്രി കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൈക്കെട്ടാണ് കെട്ടയച്ച്. ഡോക്ടർ പറഞ്ഞു ചെറിയ പൊട്ടല്ലേ, 2 ഗുളിയാഴ്ച ഏതെങ്കിലും ഉണങ്ങിപ്പോവും. അപ്പൊ ഇയാൾ പറയും പിന്നെ ഞാനെങ്ങനെയാ ജീവിക്കുക? അപ്പൊ മൂപ്പർക്ക് ജീവിക്കാനുള്ള ഈ പൊട്ടേ. ഇതുപോലെ ഈ മൗലവിമാർക്ക് ഈ മഖബറയിൽ നടക്കുന്ന സുജൂദും അനാചാരവും കാണിച്ചിട്ട് വേണമെന്ത് സുന്നത്തിയമാത്തിനെ തകർക്കാനേ. അപ്പൊ ഇത് നിന്നോ എന്നുള്ള പേടിയാണ് മൗലവിമാർക്ക്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണം, ഇവർക്ക് സമുദായത്തോടെ ഒരു കൂറ് വേണ്ടേ? ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സെലഫി കേരളത്തിലുണ്ടായ തൃശ്ശൂർ ജില്ലയിലാ. അവിടെയാണ് ഏറ്റവും വലിയ തോന്നിയാസം മഖബറയിൽ നടക്കുന്നത്. ചേറ്റുവാൻ എന്ന സ്ഥലത്തുനിന്ന് എന്തിനായി അറിയോ? കുറെ ചെണ്ട പൊട്ട് മഖബറിന്റെ അടുത്തുനിന്ന് നേർച്ചാന്ന് പറഞ്ഞു. പിന്നെ കുറെ ഒരാനക്കൊരൊറ്റ ഹാലളകൽ. ആനക്ക് ഹാലളിയിട്ടും മനുഷ്യന്മാരെ കൊന്ന്. ആ കൊല്ലുന്നൊരു രൂപമുണ്ട്. അതിന് ആ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഓർക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനൊന്നും ഞാൻ കാണിച്ചു തരാം. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം മഖ്ബറ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ മൗലവിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ വെച്ചുവിട്ടാ മനെ, ശബ്ദമൊന്നും ഇല്ലാണ്ട് ബേജാറായി പോകണ്ട. നേർച്ചയുടെ പേര് നടക്കുന്ന അനാചാരായി.
ആന മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എവിടെയും ഹക്ക് ഹക്കായി പറയുന്നത്, അവരതിന് ഉത്തരവാദികളല്ല. മൗലവി ഇവിടെ ഒരു പ്രസംഗം കെ ഉസ്താദിനെ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും പുറത്തു തരുമാറാകട്ടെ. നമ്മളെയും അവരുടെയും ഖബറുകളെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഇവരെ സംബന്ധിച്ച് കെ ഉസ്താദ് പറയുന്നു, ഇവരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഇവരെ കടലിൽ എറിയേണ്ടതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മുഹമ്മദ് എന്നേ പറയാവൂ. കെ ഉസ്താദ് പറയാണ്, സഹോദരന്മാരെ, എന്തേ കെ ഉസ്താദിന്റെ പ്രസംഗം ഇവിടെ കൊണ്ടുവന്ന് കേൾപ്പിച്ചിട്ട് ആളുകളെ പറ്റിക്കാന്ന് തോന്നിയോ? നമുക്ക് കെ ഉസ്താദിന്റെ പ്രസംഗം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് മുമ്പാകെ ഞാൻ ചിന്തിക്കാൻ ആലോചിക്കാൻ ആവശ്യപ്പെട്ടുകൊള്ളുകയാണ്. അത് മാത്രമേ ഹക്കുള്ളൂ. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വെറും ഒരു സംസാര മനുഷ്യനാണെന്നും ഒരു തത്വശിവായിയാണെന്നും പഠിപ്പിച്ചതിനെ മറിവതിനെ പിന്തുടരുന്ന ആളുകൾ, ഈ ആളുകൾ അവർ ഇരിപ്പിടം ഏതാണ്? എവിടെയാണ് ഇരിപ്പിടം? നെരുവിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നവനെ കൊണ്ട് പറയാൻ പാടില്ല. അമ്മയാണവൻ. അവനും അവന്റെ അനുയായികളും ഈ കേരളത്തിലുള്ള അനുയായികൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സംസ്ഥാന മനുഷ്യനാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എന്തെന്ന് യോജിക്കുന്ന വിശ്വാസമാണത്. മഹാന്മാരായ അമ്പിയാ മുർസലുകളുടെ വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അടിത്തറ. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് അമ്പിയാ മുർസലുകളുടെ നുബുവത്തിലും റിസാലത്തിലും അതിന്റെ മഹത്വത്തിലും ഉള്ള വിശ്വാസത്തില്ലെങ്കിൽ മുസ്ലിമിന് മുസ്ലിമാവാൻ സാധ്യമേ. ഇസ്ലാമും മറ്റു മതങ്ങളുമായുള്ള യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസവും അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. അക്കതാരായുടെ മഹാത്മാക്കളായ അവർ റബ്ബുലിതത്തിന്റെ ഇംഗിതത്തിനൊത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായും കൊണ്ട് ജീവിക്കുന്നേ പരിശുദ്ധാത്മാക്കളാണ് അമ്പിയാ മുർസലുകൾ എന്ന് ഉള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറക്ക് വലിയ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീന്റെ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവരെ കുഴിച്ച് മൂടുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ഞങ്ങൾ വലിച്ചെറിഞ്ഞ ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കോളും. ഒരുപാട് വിഷയം പറയാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. നമ്മളെ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടി പോകാൻ പാടില്ല. ഇനിയും ഒരുപാട് വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഖണ്ഡിക്കാൻ ഉണ്ട്. എല്ലാ പ്രസംഗവും ആദ്യം മുതൽ അവസാനം വരെ പിഴവാണ്. അതുകൊണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ, അത് എവിടെയായിരുന്നാലും തിരക്കില്ല, നാദാപുരത്ത് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, എവിടുന്നായിരുന്നാലും അദ്ദേഹത്തിന്റെ പിഴവുകൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അത് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്ന് തടയിടാൻ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനെതിരെ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയങ്ങൾക്കെതിരെയുള്ള ഈ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് അല്ലെങ്കിലും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നവരാണ് ഔലിയാക്കളെ വിമർശിക്കുന്നവർ, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവർ. ഇവരുടെ അടിത്തറ തന്നെ അമ്പിയാക്കൾ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തിയിട്ടല്ലേ? യഥാൽ നമ്മൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഔലിയാക്കളെ കറാമത്തുകൾ വിവരിച്ചപ്പോ ഇവർക്കിപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെയായിട്ട് നാദാപുരത്ത് വന്നിട്ട് മൗലവി പച്ചക്കള്ളം പറയുന്നത് കേട്ടോ നിങ്ങൾ. മൗലവി പറയുന്നത് ഞങ്ങൾ മുജാഹിദീങ്ങൾ ഔലിയാക്കളെ തള്ളുന്നവരല്ല, അങ്ങനെ പറയുന്നത് ഞങ്ങളെപ്പറ്റി കളവ് പറയുകയാണെന്ന് ഒരു കളവയാൾ പറയാണ്. അതൊന്ന് ആദ്യം കേട്ടിട്ട് ഞാൻ ഔലിയാക്കളെ പറ്റി വിവരിക്കാം, നിങ്ങൾ ഒന്ന് കേട്ടോളൂ. എന്നാൽ ഇവിടെ പ്രസംഗങ്ങളിലൊക്കെ, കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ മുസ്ലിയാരും അതേപോലെ തന്നെ മറ്റുള്ള പലരും സൂചിപ്പിക്കുന്നു, പലയിടങ്ങളിലൂടെയായി മുജാഹിദുകൾ ഔലിയായിനെ നിഷേധിക്കുന്നവരാണ്, മുജാഹിദുകൾ ഔലിയായിനെ തള്ളുന്നവരാണ്, അവർ ഔലിയാക്കളെ വകവെക്കാത്തവരാണ്, അവരവരെ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരുമാണ്. സുഹൃത്തുക്കളെ, അത് വെറും കളവ് പറയുകയാണ്, അത് വെറും കളവ് പറയുകയാണ് എന്നാണിപ്പോ പറഞ്ഞു. ഇനി നമ്മളൊന്ന് നോക്കാം, ഇവർ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണോ
അംഗീകരിക്കുന്നവരാണോ? ഒന്നാമതായി ഞാൻ കൽപ്പിക്കുന്ന സഹാബികൾ, ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളല്ലേ? ആ സഹാബികളെ സംബന്ധിച്ച് മുജാഹിദുകൾ എന്താ വിശ്വസിക്കുന്നത്? അതാണ് ഞാൻ ആദ്യം കൽപ്പിക്കുന്നത്. സഹാബികൾ ഔലിയാക്കളാണ് എന്നുള്ളത് അയാളെ നാവുകൊണ്ട് തന്നെ ആദ്യം കൽപ്പിക്കാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പുറത്തുള്ളതും കൽപ്പിക്കാം. ഒരു മുഅ്മിനായ സഹാബി അതാ വലിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒരു മുഅ്മിനായ സഹാബി അതാ വലിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതിനേക്കാൾ രസമുണ്ട് മൂമിനായ സഹാബി. മൂമിനല്ലാത്ത സഹാബി ഉണ്ടാവോ? ഓരോരോ വിവരക്കേട് പ്രസംഗിക്കാടേ. കുറെ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് പറച്ചോൻ പൊരുത്തപ്പെട്ട റസൂൽ എന്താണ്, പൊരുത്തപ്പെടാത്ത റസൂൽ ഉണ്ടാവോ? അത് കുറെ കൈ മുമ്പ് വേറെ പറയുന്നുണ്ട്. എന്താണ് ഇയാളെയൊക്കെ പ്രസംഗിക്കാൻ കയറ്റിയ മനുഷ്യന്മാരോട് എന്ത് പറയാൻ? ഇനി അപ്പൊ എന്താ പറഞ്ഞത്? സഹാബി വലിയാന്നത് തർക്കില്ല അതില്ലേ? ഇതെന്താ സാധനം? ഇത് മുജാഹിദിന്റെ അൽമനാർ, അവരുടെ മുഖപത്രം. ഇതിലെന്താ പറയുന്നത്? ഇസ്ലാം ദീനിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച സഹാബികളാണ്. കേട്ടോളെ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ? പി മുഹമ്മദ് കുട്ടശ്ശേരി മൗലവിന്റെ ലേഖനം മുജാഹിദിന്റെ മുഖപത്രത്തിൽ. കേട്ടോളൂ, വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിച്ചു പോയി എന്നാ പറയുന്നത്. എനിക്ക് കേട്ടോളി. അഹ്ലി കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇവ മുസ്ലിങ്ങളിൽ പ്രചരിച്ചത്. അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും എടുത്തുദ്ധരിക്കുകയും ചെയ്തു. തമീമുദ്ദാരി ഒരു സഹാബിയാൻ, തമീമുദ്ദാരി, കഅബുൽ അഹ്ബാർ, വഹബ് ഇബ്നു മുനബ്ബഹ്, അബ്ദുല്ലാഹി ഇബ്നു സലാം ഒരു സഹാബിയാണ്. എന്നീ 4 പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക. ഇവർ 4 പേരും യഹൂദി ക്രിസ്ത്യാനി വേദങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു. തമീമുദ്ദാരി യമനിലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ദേഹമാണ്. അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു സലാമും മദീനയിലെ ഒരു യഹൂദിയായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ്. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി. സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത്. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. പ്രാസംഗികൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കുകയും ശ്രോതാക്കൾ ചുറ്റിലും ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും. ജനങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും തെറ്റുകളിൽ നിന്ന് വിരമിപ്പിക്കുന്നതുമായ ഹദീസുകൾ, ചരിത്രകഥകൾ, മുൻ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങളിൽ വിവരിക്കുക. എന്നാൽ ഈ കഥാകാരന്മാരധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ചിന്താവിഷയം.